بسم الله الرحمن الرحيم يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون أياما معدودات. മലക്കുകളോട് അല്ലാഹു കൽപ്പിക്കുന്നത് ഖുദൂഹു ഫഅ്തിലൂഹു ഇലാ സവാഇൽ ജഹീം, പിടിയവനെ ചങ്ങലയിൽ തളച്ച് നരകത്തിന്റെ സെന്ററിൽ കൊണ്ടുപോയി തളച്ചിട, കെട്ടിയിട. എന്നിട്ട് എന്ത് ചെയ്യണം? തൂണിൽ ഭദ്രമായി കെട്ടിയിട്ടതിന്റെ ശേഷം നിങ്ങള് ഈ ഹമീം വെള്ളം ഉണ്ടല്ലോ, ഏത് ഹമീം വെള്ളം? താഴെ പിടിച്ചാൽ മുഖം ഉരുകി വീഴും, കരിഞ്ഞു പോകുമെന്ന് പറഞ്ഞ ഈ ഹമീം വെള്ളമില്ലേ, ഈ ഹമീം വെള്ളം അവന്റെ മൂർധാവിലേക്ക് പമ്പ് ചെയ്യൂ നിങ്ങള്. സുമ്മ സുബ്ബു ഫൗഖ റഅ്സിഹി മിൻ അദാബിൽ ഹമീം. أو على سفر فعدة من أيام أخر وعلى الذين يطيقونه. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه كلهم أجمعين. من قام رمضان إيمانا واحتسابا غفر له ما تقدم من ذنبه. صدق محمد رسول الله صلى الله عليه وسلم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. وعلى أمة سيدنا ومولانا محمد. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ഈ വേദിയിൽ പങ്കെടുത്ത് ഇന്നലെയും ഇന്നും സംസാരിക്കാൻ തൗഫീഖ് ലഭിച്ചിരിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ഈ ഒത്തുചേരലും പിരിയലും പറയുന്നതും കേൾക്കുന്നതും എല്ലാം സ്വാലിഹായ ഒരു അമലായി സ്വീകരിക്കട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. ഇന്നലെ ഞാൻ നിങ്ങളെ ഉണർത്തി, എന്തിനാണ് റമദാൻ എന്ന ചർച്ചയാണ് നാം ഇന്ന് നടത്തുന്നത് എന്ന്. അതിന്നലെ നാം ചെറിയ രൂപത്തിൽ നടത്തുകയും ചെയ്തു. ഇന്ന് എന്താണ് റമദാനിൽ നാം ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ചർച്ച. ഇത് വിശാലമായ ഒരു ചർച്ചയല്ല. പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ വിഷയത്തെ സ്ഥിരീകരിക്കലല്ല. കാരണം അങ്ങനെയെല്ലാം ആകുമ്പോഴേക്ക് പ്രസ്തുത കർമ്മങ്ങളിലെ ഓരോ വിഷയങ്ങൾക്കും ധാരാളം സമയം പിടിക്കും. മൊത്തത്തിൽ ഇന്നതും ഇന്നതുമൊക്കെ ചെയ്യണം എന്നൊന്നുണർത്തി. അതു സംബന്ധമായി നമ്മളൊരു ആലോചനക്ക് തയ്യാറാകുമോ, അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു തിരുത്തു പ്രഖ്യാപിക്കാൻ തയ്യാറാകുമോ എന്ന ഒരു ശ്രമമാണ് നടത്തുന്നത്. ജീവനുള്ള നോമ്പനുഷ്ഠിക്കൽ എങ്ങനെയാണ് എന്നിന്നലെ പറഞ്ഞു.
തെറ്റുകുറ്റങ്ങളോട് രാജിയായിട്ടാണ് ജീവനുള്ള നോമ്പനുഷ്ഠിക്കാൻ സാധിക്കുക എങ്കിൽ അത് ശരിയാണ്. തെറ്റുകുറ്റങ്ങളോട് രാജിയായാൽ മാത്രം മതിയോ? പോരാ. ധാരാളം നന്മകൾ ഈ റമദാൻ മാസത്തിൽ ഞാനും നിങ്ങളും വലിച്ചു കൂട്ടണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വിശുദ്ധ റമദാനിൻ്റെ പൊന്നമ്പിളി മാനത്ത് പ്രത്യക്ഷപ്പെടുന്നതോടുകൂടെ റമദാൻ മാസം സ്ഥിരീകരിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഭൂലോകത്തുള്ള നമുക്കൊക്കെ നോമ്പായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ നിരന്തരമായ ഒരാൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും, റമദാൻ കഴിയോളും, യാ ബാഗിയൽ ഖൈർ അഖ്ബിൽ അഖ്ബിൽ വയാ ബാഗിയ ശർ അഖ്സിർ അഖ്സിർ. ഇങ്ങനെ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാ നമ്മൾ കേൾക്കുന്നുണ്ടോ എന്നത് മറ്റൊരു യാഥാർത്ഥ്യം. അങ്ങനെ നമ്മൾ കേൾക്കുന്നത് മാത്രം വിശ്വസിക്കുന്നവരല്ല നമ്മൾ. മുഅ്മിനീങ്ങളുടെ പ്രത്യേകത തന്നെ എന്താണ്? അവർ കാണാത്തയും അവരനുഭവിക്കാത്തയും അവർ കേൾക്കാത്തയും ധാരാളം കാര്യങ്ങൾ അവർ വിശ്വസിക്കുന്നുണ്ട്. അതാണ് അവന് മുഅ്മിൻ എന്ന പേര് കൊടുത്തത്. കാണാത്തതിൽ വിശ്വസിക്കുന്നവനാണല്ലോ വിശ്വാസി. കണ്ടു വിശ്വസിക്കുക എന്ന് പറഞ്ഞിട്ടൊരു പരിപാടിയില്ല. ഇവിടെ ഈ മറക്കപ്പുറത്ത് ഒരു ഡെസ്ക് ഉണ്ട് എന്ന് എന്നോടൊരാൾ പറയാണ്. അത് നിങ്ങൾ വിശ്വസിക്കണം എന്ന് പറഞ്ഞു. പറഞ്ഞ നിങ്ങളെ എനിക്ക് വിശ്വാസമായതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാനത് വിശ്വസിച്ചു എന്ന് പറഞ്ഞു. ഇതിനാണ് വിശ്വസിക്കുക എന്ന് പറയാം. നേരെ മറിച്ച് ഒരു ഡെസ്ക് മുമ്പിൽ കൊണ്ടുവന്നിട്ടിട്ട് നിങ്ങൾ പറയാണ്, ഇതാ ഇവിടെ ഒരു ഡെസ്ക് ഉണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കണം കേട്ടോ എന്ന് പറഞ്ഞാൽ അതത്ര സുഖകരമായി തോന്നുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ടാണ് മുഅ്മിനീങ്ങൾ വിശ്വസിക്കുന്ന സകല കാര്യങ്ങളും ഗൈബാണ്. അൽ ബഖറ തുടങ്ങുന്നത് തന്നെ കണ്ടില്ലേ നിങ്ങൾ? വല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. മുഅ്മിനീങ്ങളുടെ ഗുണം കണ്ണിൽ കാണാത്തത് വിശ്വസിക്കുന്നവരാണ് അവർ. അതിനെ വിശ്വാസം എന്ന് പറയുള്ളൂ, മറ്റത് അനുഭവമാണ്. ഇവിടെ ഒരു കസേര ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നതിൽ എന്താ അർത്ഥമുള്ളത്? അതെന്ത് വിശ്വാസമാണ്? അതെന്റെ പച്ചയായ അനുഭവമാണ്. അതുകൊണ്ടാണ് മുഅ്മിനീങ്ങൾ ആരാണ് എന്ന് പരീക്ഷിക്കാനാണ് അള്ളാഹു ലക്ഷ്യം വെച്ചതെങ്കിൽ ഒരിക്കലും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ഭൂമി ലോകത്ത് നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടൂല എന്ന് പറഞ്ഞത്. നേരെ മറിച്ച് നാളെ ആഖിറത്തിൽ ആരാ മുഅ്മിനീങ്ങളാകുക എന്ന് നോക്കണ പരിപാടിയേ അല്ല. ദുന്യാവിൽ മുഅ്മിനീങ്ങളായവർക്ക് പ്രതിഫലം കൊടുക്കുന്ന പരിപാടിയാ. അവിടെ അള്ളാഹു വരും ചെയ്യും, മുമ്പിൽ കാണും ചെയ്യും. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കണ്ണിൽ കാണും. അപ്പൊ വിശ്വസിക്കുക എന്ന് പറഞ്ഞത്, അദൃശ്യങ്ങളെ കൊണ്ട് വിശ്വസിക്കുക എന്ന് പറഞ്ഞത് ഈ ഭൂമി ലോകത്ത് നടക്കുന്ന സംഗതിയാണ്. മുഅ്മിനീങ്ങളുടെ പ്രത്യേകതയും അതാണ്. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ് ഇന്നമാ തുൻദിറു മൻ ഇത്തബഅ അദ്ദിക്റ വഖശിയ അർറഹ്മാന ബിൽ ഗൈബ്. എല്ലായിടത്തും കാണാം മുഅ്മിനീങ്ങളെ പറ്റി പറയുന്നിടത്ത് ഗൈബിന് ഒരു സ്ഥാനം എന്ന് പറഞ്ഞാൽ അദൃശ്യമായ കാര്യങ്ങളിൽ വിശ്വസിക്കുക, അദൃശ്യമായ താക്കീതുകൾ കേട്ട് പേടിക്കുക. ഇതൊക്കെയാണ് മുഅ്മിനിന്റെ ജീവിതത്തെ നേരെ നിർത്തുന്നത്. കാരണം ഇതൊന്നും ഓലപ്പാമ്പല്ല. നാളെ പിറ്റേന്ന് മരിച്ച് കണ്ണ് തുറക്കുമ്പോൾ കാണാനുള്ള പച്ചയായ യാഥാർത്ഥ്യം. ഇവിടുന്ന് വിശ്വസിക്കാൻ കഴിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം യുക്തിവാദിയോ നിരീശ്വരവാദിയോ ഉണ്ടെങ്കിൽ അയാൾ അന്ന് വിരൽ കടിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഇവിടെ ഇത് വിശ്വസിച്ചില്ലല്ലോ, കാരണം വിശ്വസിച്ചു എന്നതുകൊണ്ട് ഇവനൊരു നഷ്ടവും വരാനില്ല. മുഅ്മിനീങ്ങൾ ഇപ്പൊ ഇങ്ങനെയൊക്കെ വിശ്വസിച്ചു, ഇങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന് വിശ്വസിച്ചു. അഥവാ അവിടെ എത്തുമ്പോൾ ഇത് ഇല്ലെങ്കിൽ, ഇത് സപ്പോസ് സങ്കല്പിക്കുകയാണ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം 100% ഉണ്ടാവുമെന്ന് നമുക്ക് ഉറപ്പാണ്.
അതിന് കുറെ കാരണങ്ങളും തെളിവുകളും പറയാനുണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് ഖുർആനിൽ ഇതൊക്കെ സ്വയം ചമച്ചു പറഞ്ഞു എന്ന് പറയാൻ പറ്റില്ല. കാരണം അന്ന് നബിതങ്ങൾ പറഞ്ഞ പലതും ഇന്നിങ്ങനെ പുലർന്നുകൊണ്ടിരിക്കുക. അപ്പൊ അപ്പറഞ്ഞ നബിതങ്ങൾ തന്നെയാണ് പരലോകം ഉണ്ടാകുന്നത് പറഞ്ഞത്. അപ്പൊ നമ്മൾ വിശ്വസിക്കാൻ നിർബന്ധിതന നമുക്കത് ഉണ്ടാകും. എന്നാൽ വാദത്തിന് വേണ്ടി ഒരാളോട് നമ്മൾ പറയാം, ഒരു യുക്തിവാദിയോട് പറയാണ്, ഞങ്ങൾ വിശ്വസിക്കും പോലെ ഉണ്ടായില്ല എന്ന് വെക്കുക, ഞങ്ങൾക്ക് എന്താ നഷ്ടപ്പെടാനുള്ളത്? തൽക്കാലം സ്വർഗം കിട്ടൂല, അങ്ങനെ ഒരു നരകവും സ്വർഗവും ഒന്നും ഇല്ലെങ്കിൽ ശരി, അതോടുകൂടെ കഴിഞ്ഞു. മരണാനന്തര ഒരു ജീവിതം അല്ലെങ്കിൽ കഴിഞ്ഞു, എല്ലാവരും കിടക്കുന്ന പോലെ മണ്ണായിട്ട് നമ്മളും കിടക്കുന്നു. അഥവാ അങ്ങനെ ഒരു ജീവിതം ഉണ്ടായിപ്പോയാലോ, മോനെ നിനക്ക് പരിഹരിക്കാൻ പറ്റുമോ എന്ന് അവനോട് തിരിച്ചു ചോദിച്ചാൽ അവൻ തീർത്തും വലയും. അല്ലേ? അയാൾക്ക് പിന്നെ ഞാൻ ദുന്യാവിൽ പോയിട്ട് പരിഹരിച്ച് വരാന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കോ? അപ്പൊ ബുദ്ധി എന്താണ്? വിശ്വസിക്കലാണ്. ബുദ്ധി വിശ്വസിക്കലാണ്. ഞാനിത് പറഞ്ഞത് നമ്മുടെ ഈമാനിന് അതിന്റെ ആ ഒരു ശക്തി കുറക്കാനല്ല, അങ്ങനെ ഒരു സംശയം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇട്ടുതന്നതുമല്ല, വാദത്തിനു വേണ്ടിയുള്ള ഒരു സംസാരമാണ് പറഞ്ഞത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം 100% ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും ഹക്കാണെന്നും ഇത് പുലരുമെന്നും വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അപ്പൊ അതുകൊണ്ട് കണ്ടില്ല എന്നതുകൊണ്ട്, നാം കേട്ടില്ല എന്നതുകൊണ്ട് ലോകത്തങ്ങനെ നടക്കുന്നില്ലെന്ന് പറയാൻ ഒന്നും പറ്റില്ല. റമദാൻ 1-ാമത്തെ രാവോടുകൂടെ ഈ അനൗൺസ്മെന്റ് ആരംഭിക്കുന്നു. എന്താണ് അനൗൺസ്മെന്റ്? അതാ യാ ബാഗിയൽ ഖൈർ അഖ്ബിൽ അഖ്ബിൽ, ഓ നന്മ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മനുഷ്യ, അഖ്ബിൽ അഖ്ബിൽ, വേഗമാകട്ടെ വേഗമാകട്ടെ, വേഗം 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 വാരിക്കൂട്ടിക്കോ. വയാ ബാഗിയ ശർ അഖ്സിർ അഖ്സിർ, തിന്മ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മനുഷ്യ, വേണ്ടാത്തരം ചെയ്യണമെന്ന ലക്ഷ്യമുണ്ടോ, അഖ്സിർ അഖ്സിർ, നീ നിർത്തിക്കളയൂ നിർത്തിക്കളയൂ, ചെയ്യല്ല ചെയ്യല്ല, വേഗം വേഗം അവസാനിപ്പിക്കുക. തിന്മകളോട് അടുക്കല്ല. നന്മകൾ വാരിക്കൂട്ടാൻ പറ്റിയ പുണ്യങ്ങളുടെ പൂക്കാലമാണിത്. തിന്മകളോട് രാജിയാവാൻ പറ്റിയ നല്ല സുവർണാവസരമാണ്, നീ ഉപയോഗപ്പെടുത്തണം എന്നൊരു മാലാക്ക കൃത്യമായി വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നോമ്പ് 1 മുതൽ 30 വരെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, പരമാവധി നന്മ ചെയ്യണം. എന്താണ് റമദാൻ മാസത്തിൽ ചെയ്യേണ്ടത്? 1-ാമത്തെ കർമ്മം എല്ലാവർക്കും അറിയാം, നോമ്പാണ്. പറയേണ്ടതില്ല, ഇന്നലെ പറഞ്ഞത് മുഴുവനും അതേക്കുറിച്ചാണ്. നോമ്പ് നമ്മൾ റമദാൻ മാസത്തിൽ പൂർണ്ണമായി അനുഷ്ഠിക്കുക. 30 ദിവസത്തെ നോമ്പ്, 30 നോമ്പുണ്ടെങ്കിൽ 30 നോമ്പും പരിപൂർണമായി നോൽക്കുക. ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ലൈലത്തുൽ ഖദ്ർ റമദാനിലെ ഒരു രാവാണല്ലോ. ആ ലൈലത്തുൽ ഖദ്റിലാണ് ഖുർആൻ ഇറക്കപ്പെട്ടതെങ്കിൽ ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, റമദാൻ മാസത്തിൽ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട, പരിശുദ്ധ വേദം അവതരിപ്പിക്കപ്പെട്ട മാസമാണ് കേട്ടോ. റമദാനിന്റെ മഹത്വം തന്നെ എന്താ? ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടു എന്നതാണ്. ഖുർആൻ അവതരിപ്പിക്കപ്പെടാൻ വേണ്ടി തെരഞ്ഞെടുത്തു എന്നത് റമദാനിന്റെ ഏറ്റവും വലിയ മഹത്വമാണ്. കണ്ടോ നിങ്ങൾ, റമദാനിന്റെ മഹത്വം പറഞ്ഞതാണ് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസം. ഖുർആനിന്റെ മഹത്വം അല്ല പറഞ്ഞത്. റമദാനിന്റെ മഹത്വം പറയുമ്പോ പറഞ്ഞത് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ്. അപ്പൊ ഖുർആനിന് വലിയ മഹത്വമുള്ള ഒരു സംഗതിയാണ് എന്ന് ആദ്യം മുസ്ലിം ഉമ്മത്ത് അറിഞ്ഞിട്ടുണ്ട്. തീർച്ചയായും. എന്താ കാരണം? അല്ലാഹു തആല അനുഗ്രഹങ്ങളുടെ പെരുമഴയായി പരിചയപ്പെടുത്തുന്ന ഒരു അധ്യായമുണ്ട്. ആ അധ്യായത്തെ കുറിച്ച് വേണമെങ്കിൽ അങ്ങനെ പറയാം, അനുഗ്രഹങ്ങളുടെ പെരുമഴ. റബ്ബ് ചെയ്തിരിക്കുന്ന 100 കൂട്ടം അനുഗ്രഹങ്ങളിൽ ഏതനുഗ്രഹത്തെയാണ് നിഷേധിക്കാൻ നിനക്ക് ചെങ്കൂറ്റമുള്ളത്?
എന്ന് ആവർത്തിച്ച് 10-31 തവണ ഒരൊറ്റ അധ്യായത്തിൽ അല്ലാഹു ചോദിക്കുന്നുണ്ട്. ആ അധ്യായത്തിൽ അല്ലാഹു മനുഷ്യലോകത്തിന് ചെയ്തു കൊടുത്ത വ്യത്യസ്തങ്ങളായ അനുഗ്രഹങ്ങൾ എണ്ണി എണ്ണി പറയുകയാണ്. ഏതാണിത്? എല്ലാവർക്കും അറിയും, സൂറത്തുർ റഹ്മാൻ. അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ. അങ്ങനെ അങ്ങോട്ട് വരികയാണ്. എന്നിട്ട് അതാ പല ആവർത്തിച്ച് അല്ലാഹു ചോദിക്കുന്നു, ഫബി അയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. ജിന്ന് ഇൻസ് വർഗമേ, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളിൽ നിന്ന്, ഈ പറഞ്ഞ അനുഗ്രഹങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒന്നിനെ നിഷേധിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? അല്ലാഹു ആവർത്തിച്ച് ചോദിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിന്നുകളുടെ ടീമിന് ഈ സൂറ ഓതിക്കൊടുത്തപ്പോ അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 31 തവണയും ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ എന്ന് ഓതുമ്പോ അവരതിനോട് പ്രതികരിച്ചു എന്നാണ്, ലാ ബിശൈഇൻ മിൻ നിഅമിക റബ്ബനാ നുകദ്ദിബു ഫലകൽ ഹംദ്. പടച്ചോനെ, ഞങ്ങളുടെ രക്ഷിതാവേ, നിന്റെ അനുഗ്രഹങ്ങളിൽ ഒന്നിനെപ്പോലും കൊച്ചാക്കാനും നിഷേധിക്കാനും ഞങ്ങൾക്ക് സാധ്യമല്ല, നിനക്കാണ് സർവസ്തുതിയും എന്ന് ആ ചോദ്യം കേൾക്കുമ്പം അവരവിടെ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് ഓതുമ്പോ സഹാബത്തിന്റെ ഭാഗത്തു നിന്ന് ഈ പ്രതികരണമില്ലാതിരുന്നപ്പോ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, വൽ ജിന്നു അഹ്സനു മിൻകും റുദൂബാ. ജിന്നുകൾ നിങ്ങളെക്കാൾ നല്ല പ്രതികരണമുള്ളവരായിരുന്നു. ഈ ആയത്ത് കേൾക്കുമ്പോ നിങ്ങളും ഇത് പറയണം, സുന്നത്താണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ലാ ബിശൈഇൻ മിൻ നിഅമിക റബ്ബനാ നുകദ്ദിബു ഫലകൽ ഹംദ്. ഇങ്ങനെ അനുഗ്രഹങ്ങളുടെ പെരുമഴ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയ സൂറത്തുർ റഹ്മാൻ. എന്തൊക്കെയാണ് ഇതിൽ വിശദീകരിക്കുന്ന അനുഗ്രഹം? സൂറത്തുർ റഹ്മാൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് മനുഷ്യനെ സൃഷ്ടിച്ചു തന്നു എന്ന വലിയ അനുഗ്രഹം. ഖുർആൻ സൂറത്തുർ റഹ്മാൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. നിങ്ങളെ സൃഷ്ടിച്ചത് തന്നെ വലിയ അനുഗ്രഹമല്ലേ? നിങ്ങളെ ഉണ്ടാക്കി തന്നു എന്നതൊരു അനുഗ്രഹമല്ലേ? ആകാശം സൃഷ്ടിച്ചു എന്നുള്ളതൊരു അനുഗ്രഹമല്ലേ? ഭൂമി സൃഷ്ടിച്ചു എന്നതൊരു അനുഗ്രഹമല്ലേ? സൂര്യഗോളത്തെ സൃഷ്ടിച്ചു എന്നതൊരു അനുഗ്രഹമല്ലേ? ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, ട്രാൻസ്പോർട്ട് സൗകര്യങ്ങൾ, ഇങ്ങനെ തുടങ്ങിയിട്ട് ധാരാളം കാര്യങ്ങൾ സൂറത്തുർ റഹ്മാൻ പരാമർശിക്കുന്നു. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ റഹ്മാൻ ആ സൂറയെ അധികരിച്ചുകൊണ്ടും നേരത്തെ ഖുർആനിന്റെ സിഡികൾ ഇറങ്ങിയിട്ടുണ്ട്. 10 സിഡികൾ സൂറത്തുർ റഹ്മാന്റെ ആശയം വിശദീകരിച്ചുകൊണ്ട്. അതൊക്കെ വാങ്ങി കേട്ടെങ്കിലേ അത് മനസ്സിലാവും. ഞാൻ ഇവിടെ ഇത് പറഞ്ഞത്, അള്ളാഹു ഈ അനുഗ്രഹങ്ങളുടെ പെരുമഴയായ ഈ അധ്യായത്തിൽ ഒന്നാമത്തെ അനുഗ്രഹം പരിചയപ്പെടുത്തിയത് എന്താ? അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ. റഹ്മാനായ റബ്ബ്, കരുണയുള്ള തമ്പുരാൻ എങ്ങനെയാണ് റഹ്മാനായത്? ഖുർആൻ പഠിപ്പിച്ചുകൊണ്ടാണ്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിന്റെ ഭാഗമാണ്. ആദ്യം പറഞ്ഞത് ഖുർആൻ പഠിപ്പിച്ചു എന്നാണ്. അത് കഴിഞ്ഞിട്ട് പറയുന്നത് ഖലഖൽ ഇൻസാൻ, മനുഷ്യനെ സൃഷ്ടിച്ചു എന്നാണ്. മനുഷ്യനെ സൃഷ്ടിച്ചിട്ടല്ലേ ഖുർആൻ പഠിപ്പിച്ചത്? ഖുർആൻ പഠിപ്പിച്ചിട്ടാണോ മനുഷ്യനെ സൃഷ്ടിച്ചത്? അല്ല. പക്ഷെ ഖുർആൻ പറയുന്നത് ആദ്യം ഖുർആൻ പഠിപ്പിച്ചു എന്നാണ്. എന്നിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പോലും പറയുന്നത്. ബഹുമാനപ്പെട്ട അബൂ സഊദ് റഹ്മത്തുള്ളാഹി അലൈഹി പരിചയപ്പെടുത്തി, ഇതിന്റെ അർത്ഥം മനുഷ്യലോകത്തെ സൃഷ്ടിച്ചത് തന്നെ അള്ളാഹു ഖുർആൻ പഠിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലാണ്. അതിനുവേണ്ടി ആ മനുഷ്യനെ പഠിച്ചത് തന്നെയാണ്. അപ്പൊ ഏറ്റവും വലിയ അനുഗ്രഹം എന്താ? അള്ളാഹു നമുക്ക് ഖുർആൻ ഇറക്കി തന്നു എന്നതാണ്. ഖുർആൻ പഠിപ്പിച്ചു തന്നു എന്നതാണ് മനുഷ്യന് ഈ ലോകത്ത് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം. അതാണ് മതവിജ്ഞാനമാണ് ലോകത്തെ ഏറ്റവും വിലമതിക്കാൻ കഴിയാത്തത് എന്ന് പറയാൻ കാരണം. വിദ്യ നൽകപ്പെട്ടവന് എല്ലാം 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 എല്ലാമായി. അതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അവനില്ലാത്തതൊന്നുമില്ല. വിദ്യയുണ്ടോ അവനെല്ലാം കിട്ടിയിരിക്കുന്നു. കാരണം ഈ ലോകത്ത് കോടീശ്വരനാകുന്നതിനല്ല പ്രാധാന്യം, നല്ല ആരോഗ്യവാനാകുന്നതിനല്ല പ്രാധാന്യം,
വെളുത്ത് ചുവന്നവനാകുന്നതിനല്ല പ്രാധാന്യം, നല്ല സുന്ദരനാകുന്നതിനല്ല പ്രാധാന്യം, നല്ല തറവാട്ടുകാരനാകുന്നതിനല്ല പ്രാധാന്യം, മറിച്ച് അള്ളാഹുവിന്റെ കിതാബിൽ നിന്ന് അവന് വല്ലതും അറിയൂലേ, അതിനാണ് ഏറ്റവും വലിയ പ്രാധാന്യം. പിന്നെ നമ്മൾ പറഞ്ഞ വിഷയങ്ങളൊക്കെ അതിന്റെ താഴെ വരുന്ന കേസുകളാണ്. അപ്പൊ അതുകൊണ്ട് ഇത്രയും മഹത്തായ ഖുർആൻ അത് അവതരിപ്പിക്കപ്പെട്ട മാസമാണെന്ന് പറയുമ്പോ റമദാനിന്റെ മഹത്വമായി. ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ആ ഖുർആൻ ജനങ്ങൾക്ക് മാർഗദർശനമാണ്. ആ ഖുർആൻ ജനങ്ങൾക്ക് സുവ്യക്തമായ മാർഗനിർദ്ദേശത്തിന്റെ പാഠങ്ങളാണ്. വൽ ഫുർഖാൻ, സത്യാസത്യ വിവേചനത്തിന്റെ സുവ്യക്തമായ പാഠങ്ങളുമാണ് വിശുദ്ധ ഖുർആൻ. വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ ഫമൻ ശഹിദ മിൻകുമുശ് ശഹ്റ ഫല്യസും. അതുകൊണ്ട് തന്നെ നിങ്ങളിൽ ഒരാള് പ്രസ്തുത മാസത്തില്, ഏതു മാസം? റമദാൻ. അതാണല്ലോ നേരത്തെ പറഞ്ഞത്. ഈ പ്രസ്തുത മാസത്തിൽ നിങ്ങൾ ആരെങ്കിലും ഒരാൾ ഹാജരുണ്ടായാൽ, അല്ലെങ്കിൽ അതിന് മഹാന്മാരായ പണ്ഡിതന്മാർ അർത്ഥം കൊടുത്തു, ഫമൻ ഷഹിദ, നിങ്ങളിൽ ആരെങ്കിലും ദർശിച്ചാൽ, മിൻകും, നിങ്ങളിൽ നിന്ന് ആരെങ്കിലും ദർശിച്ചാൽ, അശ്ശഹ്റ, റമദാൻ മാസത്തെ ദർശിച്ചാൽ, ഫല്യസും, അവൻ ആ മാസം നോമ്പനുഷ്ഠിച്ചു കൊള്ളട്ടെ. ഈ വ്യാഖ്യാനം കൊടുത്ത മുഫസ്സിറുകൾ മാസം കണ്ടാ നോമ്പ് നോൽക്കുക എന്ന വലിയൊരു അർത്ഥം അതിനുണ്ട്. ഈ അർത്ഥപ്രകാരം ബഹുമാനപ്പെട്ട മുഫസ്സിറുകൾ രേഖപ്പെടുത്തി മാസം കാണുമ്പോഴാ നോമ്പ് നോൽക്കേണ്ടത്, കണക്കൂട്ടി ഉറപ്പിച്ചിട്ടല്ല. ഫമൻ ശഹിദ മിൻകുമുശ് ശഹ്റ ഫല്യസും. എന്നിട്ട് പറയുന്നു, വമൻ കാന മരീദൻ ഔ അലാ സഫർ. അതേസമയം നിങ്ങളുടെ കൂട്ടത്തിൽ റമദാൻ മാസത്തിൽ രോഗമുള്ളവരുണ്ടായെങ്കിൽ, ഔ അലാ സഫർ, അല്ലെങ്കിൽ യാത്ര തുടർന്നു കൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ, ഔ അലാ സഫർ, രോഗിയോ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നവനോ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ, ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ, അവന് റമദാൻ മാസത്തിൽ നോമ്പ് നോൽക്കാൻ പ്രയാസമാണ്. അവൻ വേറെ ദിവസങ്ങളിൽ നിന്ന് അത്രയും എണ്ണം നോമ്പനുഷ്ഠിക്കട്ടെ. വേറെ ഏതെങ്കിലും ഒരു മാസത്തില്, അല്ലെങ്കിൽ 2 മാസത്തില്, എങ്ങനെയോ ആവാം, 3 മാസം കൊണ്ട്, എങ്ങനെയായാലും ശരി എണ്ണം കണക്കാക്ക. ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ. റമദാൻ മാസം അവിടെ എണ്ണത്തിന്റെ കണക്കില്ല, മാസം എത്രയാണോ അത്, 30 ആണെങ്കിൽ 30, 29 ആണെങ്കിൽ 29. പക്ഷേ അതില് രോഗിയോ യാത്രക്കാരനോ ആയിട്ട് നോമ്പനുഷ്ഠിക്കാൻ കഴിയാതെ വന്നാൽ ഖളാ വീട്ടുന്ന സമയത്ത് ആ നോമ്പനുഷ്ഠിക്കേണ്ടത് 30 നോമ്പാ. റമദാൻ 29 ഉള്ളൂ പറഞ്ഞിട്ട് പിന്നെ 29 നോക്കാൻ പറ്റൂല, അവിടെ 30 തന്നെ നോക്കണം. ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ര വലാ യുരീദു ബിക്കുമുൽ ഉസ്ര. എന്തേ സുഖമില്ലാതെ കിടക്കുന്ന നിങ്ങളോട് സുഖമില്ല എന്നത് എനിക്ക് കേൾക്കണ്ട, നിങ്ങൾ നോമ്പ് നോറ്റേ പറ്റൂന്ന് പടച്ചോന് പറഞ്ഞുകൂടായിരുന്നോ? വലാ യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ർ, അല്ലാഹു നിങ്ങളെ പ്രയാസപ്പെടുത്താ. യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ർ, അല്ലാഹ് നിങ്ങൾക്ക് എളുപ്പം മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. വലാ യുരീദു ബിക്കുമുൽ ഉസ്ര, നിങ്ങളെ പ്രയാസപ്പെടുത്തണം എന്ന ലക്ഷ്യം അല്ലാഹുവിനില്ല. പ്രയാസമുള്ളവരോട് നോമ്പ് നോൽക്കണം എന്ന് അടിച്ചേൽപ്പിക്കുന്നില്ല, അവർക്ക് നോൽക്കാതിരിക്കാം. ശേഷം പറ്റുന്ന ദിവസങ്ങളിൽ അവർ ഖളാ വീട്ടാം. വലിതുക്മിലുൽ ഇദ്ദത വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും വലഅല്ലകും തഷ്കുറൂൻ എന്ന് പറഞ്ഞ് ശേഷം പെരുന്നാൾ വരെ അങ്ങോട്ട് എത്തിക്കാണ്. എണ്ണം പൂർത്തിയാക്കി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഹിദായത്ത് നൽകിയതിന്റെ പേരിൽ അല്ലാഹുവിന് തക്ബീർ വിളിച്ച് പെരുന്നാൾ ആഘോഷിച്ച് പടച്ച റബ്ബിന് ശുക്ർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സംവിധാനം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഉണ്ടാക്കിയത്. ഇവിടെ വളരെ ഗൗരവത്തോടെ ആലോചിക്കേണ്ട ഒരു സംഗതിയുണ്ട്. നോമ്പ് നോൽക്കുക എന്നതാണ് പ്രഥമ കർമ്മം എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ റമദാൻ മാസത്തിലെ വ്രതാനുഷ്ഠാനം ഇത് പ്രായം തികഞ്ഞ ബുദ്ധിയുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം
അവനത് അനുഷ്ഠിക്കൽ നിർബന്ധമാണ്. ഇനി അതിൽ നിന്ന് ഒഴിവുള്ള ടീമിനെയാണ് ഈ പറഞ്ഞത്. രോഗമുണ്ട്, അല്ലെങ്കിൽ യാത്രക്കാരാണ്, അതിനൊക്കെ ഒരു കണക്കും കൂടെ ഉണ്ട്. യാത്രക്കാരൊക്കെ ആവുമ്പോൾ നോമ്പ് ഉപേക്ഷിക്കുക, യാത്രക്കാർക്ക് നോമ്പ് നിർബന്ധമല്ല എന്നൊക്കെ പറഞ്ഞത് ഫജ്ർ വെളിവാകുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ സുബഹിയുടെ ബാങ്ക് കൊടുക്കുമ്പോൾ അയാൾ യാത്രയിലായിരിക്കണം. ആ യാത്രക്കാരനെ നോമ്പ് ഉപേക്ഷിക്കാൻ പറ്റുമോ? ഞാനിത് പറയാൻ കാരണം, കുവൈത്തിലേക്ക് ഒരിക്കല് യാത്ര ചെയ്യുമ്പോൾ ഫ്ലൈറ്റിൽ 8 മണിക്ക് ഇവിടുന്ന് കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് കയറിയ കുറേ ആളുകൾ ഫ്ലൈറ്റിൽ ഭക്ഷണം വിതരണം ചെയ്തപ്പോൾ വാങ്ങിയിട്ട് അങ്ങനെ ഉഷാറായി കഴിക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു, എന്താ റമദാൻ മാസല്ലേ കൂടെ ഉള്ളവർ? അപ്പോൾ യാത്രക്കാരന് നോമ്പില്ലല്ലോ എന്നാ. 8 മണിക്കാ തുടങ്ങുന്നത്. 8 മണിക്കാണ് യാത്ര തുടങ്ങുന്നത്. ഇതിന് നോമ്പ് മുറിക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് ഖുർആൻ ഔ മുസാഫിറ എന്ന് പറയാതെ ഔ അലാ സഫർ. നോക്കണം നിങ്ങൾ, എത്ര കൃത്യമായിട്ടാണ് ഖുർആന്റെ പ്രയോഗം. ഫിഖ് കിതാബുകൾ വളരെ വ്യക്തമായിട്ട് ഇത് പറഞ്ഞിട്ടുണ്ട്. ഫജ്ർ ഉദിക്കുമ്പോൾ യാത്രയിലായിരിക്കണം. ഫിഖ് നോക്കാത്തവരും കർമ്മശാസ്ത്രോ അതൊന്നും ഞങ്ങൾക്ക് കേൾക്കണ്ട, അന്നൂലാമാലകൾ എന്ന് പറയുന്നവര് അബദ്ധത്തിൽ കുടുങ്ങൽ ഇങ്ങനെയാ. നേരെ അങ്ങോട്ട് അർത്ഥം വെക്കും. രോഗിയാണെങ്കിലും യാത്രക്കാരനാണെങ്കിലും ഒമൻകാന മിൻകും മരീളൻ ഔ മുസാഫിറൻ എന്നല്ല പറഞ്ഞത്, ഔ അലാ സഫർ എന്നാണ്. അത്രത്തോളൊന്നും അതേക്കുറിച്ച് ഗൗരവത്തോടുകൂടെ ഓർക്കില്ല. പെട്ടെന്ന് അർത്ഥം പറഞ്ഞു. രോഗിയാണെങ്കിലും യാത്രക്കാരനാണെങ്കിലും അവർക്ക് നോമ്പ് ഉപേക്ഷിക്കാം, അങ്ങനെ ഭക്ഷണം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാം. ഈ ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. യാത്രക്കാരന് ജുമുഅ നിർബന്ധമല്ല എന്ന് പറഞ്ഞെടുത്തു അങ്ങനെ തന്നെയാണ്. സുബഹിയുടെ മുമ്പ് യാത്ര ആരംഭിച്ചോളണം. അല്ലാത്തവൻ എവിടെയെങ്കിലും ജുമുഅക്ക് വേദി ഒരുക്കുക തന്നെ വേണം. ഏതെങ്കിലും ഒരു പള്ളിയിൽ അവൻ ജുമുഅക്ക് കൂടിയേ പറ്റൂ. അല്ലാത്ത യാത്രക്കാരൻ നേരത്തെ അവൻ യാത്രയിലായിരിക്കണം. അവനെ ആ ഒരു ആനുകൂല്യം ലഭിക്കുന്നുള്ളൂ എന്ന് കൂട്ടത്തിൽ ഞാൻ ഉണർത്തുകയാണ്. ഏതാവട്ടെ, ഇങ്ങനെ മസ്അലയിലേക്ക് കടന്നു വന്നാൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ അങ്ങനെ കടന്നു വരുമ്പോൾ ഒരു നോമ്പ് അനുഷ്ഠാനത്തിന്റെ വ്രതാനുഷ്ഠാനത്തിന്റെ നിയമവശങ്ങൾ പറയുമ്പോഴേക്ക് നമ്മുടെ ഇന്നത്തെ സമയം മുഴുവനും കഴിയും. അപ്പൊ അതുകൊണ്ട് ഇവിടെ നമുക്ക് ആവശ്യം ഒരു ബോധവൽക്കരണമാണ്. എന്ന് പറഞ്ഞാൽ ഈ റമദാൻ മാസത്തിൽ നമുക്ക് ആത്മീയമായ എന്തെങ്കിലും ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റും. അതിന് നോമ്പ് അനുഷ്ഠിക്കാം. ആ നോമ്പ് അനുഷ്ഠിക്കുമ്പോ ഇഖ്ലാസോടുകൂടി പടച്ച റബ്ബിനെ കരുതി അനുഷ്ഠിക്കുക. ഇന്നലെ പറഞ്ഞതുപോലെ തിന്മകളിൽ നിന്നൊക്കെ മാറി നിൽക്കുക. പ്രഭാതം മുതൽ പ്രദോഷം വരെ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ അതുണ്ടാകുന്നത് നല്ലോണം കരുതുക. ഇതിന്റെ നിയമവശങ്ങളൊക്കെ ഇനി റമദാനാണ്. കൈപ്പുസ്തകങ്ങൾ ധാരാളം വീട്ടിലെത്തും. ആ കൈപ്പുസ്തകങ്ങൾ വാങ്ങിയിട്ട് നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ എന്തൊക്കെ, നോമ്പിന്റെ നെയ്യത്തെങ്ങനെ, എപ്പോഴാ വെക്കേണ്ടത്, ഇതൊക്കെ ഒന്ന് വായിച്ചു പഠിക്കുക. ഞാനത് പറയാൻ കാരണം ആ ഭാഗങ്ങളിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ സമയം നഷ്ടപ്പെടും. നോമ്പനുഷ്ഠിക്കണം, കൃത്യമായി നോമ്പനുഷ്ഠിക്കണം. ഒരു ദിവസത്തെ നോമ്പ് പോലും വെറുതെ നഷ്ടപ്പെടുത്താൻ പാടില്ല. കാരണമില്ലാതെ നോമ്പ് നഷ്ടപ്പെടുത്തരുത്. ഈ കാര്യം ഗൗരവത്തോടുകൂടെ തന്നെ ആലോചിക്കണം. അൽഹംദുലില്ലാഹ്, വർത്തമാന സാഹചര്യത്തിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നോമ്പ് അനുഷ്ഠിക്കുന്നവരാണ് അധിക ചെറുപ്പക്കാരും. അധിക ചെറുപ്പക്കാർക്കും നോമ്പുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്, എന്റെ ഒരു 15-18 വയസ്സ് ആ കാലഘട്ടങ്ങളിലൊക്കെ ഈ എത്രയോ ആളുകൾ നോമ്പില്ലാതെ നടക്കുന്നവരായിരുന്നു. നല്ലൊരു വിഭാഗം ആളുകൾ. ആ സീസൺ ആകുമ്പോഴേക്ക്, റമദാൻ ആകുമ്പോഴേക്ക് ഇവിടുത്തെ അവസ്ഥ എന്താണെന്നറിയില്ല. എന്റെ സ്വന്തം നാട്ടിലെ അവസ്ഥയാ ഞാൻ പറയുന്നത്. മലപ്പുറത്ത് റമദാൻ ആകുമ്പോഴേക്ക് ചില പ്രത്യേക ഹോട്ടലുകൾ പൊങ്ങി വരുമായിരുന്നു. ഇതിന് നോമ്പ് നോൽക്കാത്ത ആളുകൾക്ക് രഹസ്യമായി ഭക്ഷണം കഴിക്കാൻ. ഒക്കെ പരാജയപ്പെട്ടു പോയി. ഇന്ന് ഉമ്മത്തിന്റെ മക്കൾ നോമ്പനുഷ്ഠിക്കുന്നുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. മാത്രമല്ല, നേരം വെളുത്ത് അത്താഴം കഴിച്ച് കിണറ് കളക്കാൻ പോകുന്ന ചെറുപ്പക്കാര് വരെ, മല്ലിട്ട ജോലിയെടുക്കുന്ന ചെറുപ്പക്കാര് പോലും 10 മണിയാകുമ്പോഴേക്ക് പണിയും കഴിഞ്ഞ് കയറി അതിരാവിലെ ഇറങ്ങി 5 മണിക്ക് തന്നെ പണി ആരംഭിച്ചു. 10 മണിയാകുമ്പോഴേക്ക് കയറി. എന്നിട്ടും ആ നോമ്പ് പൂർത്തിയാക്കുന്നു. അള്ളാഹു പ്രതിഫലം കൊടുക്കാതിരിക്കില്ല. എത്ര വലിയ സമർപ്പണമാണിത്. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത്,
ഈ നോൽക്കുന്ന നോമ്പൊക്കെ ഇന്നലെ പറഞ്ഞതുപോലെ ചടങ്ങു നിർവഹണങ്ങളാണ്. കാരണം ഇത്രയൊക്കെ പാടുപെടുന്ന ചെറുപ്പക്കാരൻ തന്നെ നോമ്പ് നോറ്റിട്ട് ടൈം പാസിന് കാണുന്നത് അശ്ലീല സാഹിത്യങ്ങളാണ്, അശ്ലീല ചിത്രങ്ങളാണ്, അശ്ലീല ഫോട്ടോകളാണ്, അശ്ലീല കവിതകളും ഡയലോഗുകളുമാണ്. അതിന്റെ മുമ്പിലാണ് അവന് സമയം പോക്ക്, നേരം പോക്ക് ലഭിക്കുന്നത്. വിശുദ്ധ ഖുർആനിന്റെ മുമ്പിൽ അവനില്ല. നോമ്പനുഷ്ഠിക്കുന്നതോടൊപ്പം റമദാൻ മാസത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത സംഗതി ഏതാണെന്നറിയോ? വിശുദ്ധ ഖുർആൻ പാരായണമാണ്. വിശുദ്ധ ഖുർആൻ ഓതാത്ത ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. ഖുർആൻ ഓതുക എന്നതൊരു വിശ്വാസിയുടെ ലക്ഷണമാണ്. ഖുർആൻ ഓതാത്ത ഒരു നാള് നിന്റെ ജീവിതത്തിലുണ്ടോ അത് നിന്റെ കരിദിനമായി പ്രഖ്യാപിക്കണം. മുസ്ലിമേ, മുസ്ലിമത്തെ, അത് നിന്റെ സുദിനമല്ല, അത് നിന്റെ കരിദിനമാണ്. അത് എല്ലാ ദിവസങ്ങളിലും അങ്ങനെയാണ്, നോമ്പിന് മാത്രമല്ല. പക്ഷേ നോമ്പിന് ഖുർആൻ ഓതാത്ത ഒരൊറ്റ ദിവസവും ഉണ്ടായിക്കൂടാ. ഞാൻ പറയുന്നു, ചെയ്യാൻ പറ്റുമെങ്കിൽ നോമ്പിന് എന്തു ചെയ്യണം എന്നതാണല്ലോ കേൾക്കേണ്ടത്. ചെയ്യാൻ പറ്റുമെങ്കിൽ എന്റെ കൂട്ടുകാരോട്, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരികളോട് ഞാൻ പറയുന്നു, പഴയ ഉമ്മമാര് ചെയ്തതുപോലെ നിങ്ങൾക്ക് കഴിയോ? അതിരാവിലെ സുബഹി നിസ്കരിച്ച ഉടനെ ഒരു ജുസ് ഓതുക, ഒരു ജുസ് പാരായണം ചെയ്യാം. ഇത്രയായിരിക്കേണ്ടത്. ഒരു 20 മിനിറ്റ് വിശുദ്ധ ഖുർആന്റെ മുമ്പിൽ ഇരുന്നാൽ ഒരു ജുസ് പാരായണം ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കഴിയുമോ? കഴിയുമെങ്കിൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ളുഹർ നിസ്കാരം കഴിഞ്ഞിട്ട് വീണ്ടും ഓതൂ ഒരു ജുസ്. ളുഹർ നിസ്കാരം കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ജുസ് പാരായണം ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇനിയും നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അതാ മഗ്രിബ് നിസ്കാരവും കഴിഞ്ഞ് ഇശാ നിസ്കാരവും കഴിഞ്ഞിട്ട് ഒരു ജുസ് ഖുർആൻ ഓതാൻ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ ഇശാ മഗ്രിബിന്റെ ഇടയിൽ പറ്റുമെങ്കിൽ ഓതുക. ഒരു 3 ജുസ് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തതിനു ശേഷം, പ്രിയപ്പെട്ട ഉമ്മമാരെ, പഴയ ഉമ്മമാരുടെ പരിപാടി ഇങ്ങനെയായിരുന്നു. അല്ലെങ്കിൽ ഇരുന്ന ഇരുത്തത്തിൽ 1 മണിക്കൂർ സമയം ഖുർആൻ ഓതാൻ അങ്ങ് നീക്കിവെക്കും. എപ്പോൾ? രാവിലെ അത്തായം കഴിച്ച് സുബഹി വരെ ഖുർആൻ ഓതുന്നവരുണ്ട്, സുബഹി കഴിഞ്ഞിട്ട് ഖുർആൻ ഓതുന്നവരുണ്ട്. 1 മണിക്കൂർ ഖുർആന്റെ മുമ്പിൽ ഇരുന്നാൽ 3 ജുസ് പാരായണം ചെയ്യാം. 20 മിനിറ്റേ ഒരു ജുസിന് വേണ്ടതുള്ളൂ. 60 മിനിറ്റ് നിങ്ങൾ വിശുദ്ധ ഖുർആനിനോടൊപ്പം ഇരുന്നാൽ നിങ്ങൾക്ക് 3 ജുസ് ആകും. ഇങ്ങനെ 3 ജുസ് നിങ്ങൾ പാരായണം ചെയ്താൽ അൽഹംദുലില്ലാ 10 ദിവസം കൊണ്ട് ഒരു ഖത്മ്, 20 ദിവസം കൊണ്ട് 2ാം ഖത്മ്, 3ാമത്തെ 10 പൂർണ്ണമാകുന്നതോടുകൂടെ 3 ഖത്മ് നിങ്ങൾക്ക് പൂർത്തിയാകുന്നു. പഴയ വല്യമ്മമാർക്ക് പൂർത്തിയായിരുന്നു. സദസ്സിലിരിക്കുന്ന പ്രായം കൂടിയ ഉമ്മമാരോട് ചോദിക്കും, പെങ്ങളെ, എങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നോ? ഇന്ന് മനസ്സിലാകാത്തത് എന്താണെന്നറിയോ? ഇന്ന് ഈ ഖുർആൻ പാരായണം നമുക്ക് അസ്തമിച്ചു പോയി. നമ്മുടെ വീടുകളിൽ ഇത് അന്യമായി പോയി. അപ്പൊ ഏറ്റവും ചുരുങ്ങിയത് 3 ജുസ് എങ്കിലും ഖുർആൻ ഓതുക ഒരു ദിവസം, അഥവാ 3 ഖത്മ് തീർക്കുക. കഴിയില്ലേ പ്രിയപ്പെട്ട മോമിനീങ്ങളെ? ഞാൻ പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുന്നു സഹോദരന്മാരോട്. ഒരുപക്ഷെ സഹോദരന്മാർ ഇത്രത്തോളം അതിനൊരുങ്ങണമെന്നില്ല, സ്ത്രീകൾക്ക് അതിന് കഴിയും. സഹോദരന്മാർക്ക് അത്രമാത്രം സന്നദ്ധതയോടുകൂടെ ഇരിക്കാൻ കഴിഞ്ഞില്ലെന്ന് വന്നേക്കാം. ഒരു ഖത്മ് തീർത്തില്ലെങ്കിൽ, ഈ റമദാൻ വരുന്നു, ഒരു ഖത്മ് ഞാൻ പാരായണം ചെയ്തില്ലെങ്കിൽ ഞാൻ ഒരു മനുഷ്യനല്ല, ഞാനൊരു മോമിനായ മനുഷ്യനല്ല എന്ന തീരുമാനത്തിലേക്ക് എത്തണം. 1 ജുസ് അല്ലേ ഒരു ദിവസം പാരായണം ചെയ്യേണ്ടത്? ഒരുമിച്ച് 1 ജുസ് ഓതാൻ തോന്നുന്നില്ലേ? ഒരു 3 സമയങ്ങളിൽ വീതിക്ക് 5 മിനിറ്റ് 6 മിനിറ്റ് പോരെ? ഓരോ നിസ്കാരത്തിന്റെ ശേഷവും 2 or 3 മിനിറ്റ് ഇരുന്നോതിയാൽ 5 നിസ്കാരം കൊണ്ട് സുഖസുന്ദരമായിട്ട് ഒരു ജുസ് പാരായണം ചെയ്യാം. വിചാരിച്ചാൽ നടക്കും. പക്ഷേ എന്തേ കുഴപ്പമെന്നറിയോ? തീരെ നമ്മൾ അത് നടത്തണമെന്ന് മനസ്സിൽ ഉദ്ദേശിച്ചില്ല. ഇവിടെയാ കുഴപ്പം. അതേസമയം എല്ലാ ദിവസവും അതിരാവിലെ വീട്ടുമുറ്റത്ത് വന്നു വീഴുന്ന 4 ദിനപത്രങ്ങള്, ആ ദിനപത്രങ്ങളില് ഒരു കോളം പോലും വിട്ടുപോകാതെ വായിച്ചു തീർത്തിട്ടുണ്ട്. എന്തുമാത്രാകില്ല പടച്ച റബ്ബ് നമ്മോട് പറയുന്ന ഈ ആരുറപ്പുള്ള വചനങ്ങള്, നമ്മളുമായിട്ട് സംവദിക്കുന്ന ഈ വചനങ്ങള്, അതിന്റെ ആശയങ്ങൾ തിരിയട്ടെ തിരിയാതിരിക്കട്ടെ,
ഓതിയാൽ കൂലിയുണ്ടെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി പഠിപ്പിച്ചു. ഒരു ഹർഫിന് 10 കൂലിയുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എന്നിട്ട് നബി പറഞ്ഞു, ലാ അഖൂലു അലിഫ് ലാം മീം ഹർഫുൻ വാഹിദ്. അലിഫ് ലാം മീം എന്ന് നിങ്ങൾ ഓതിയാൽ അത് ഒരു ഹർഫാന്ന് ഞാൻ പറയൂലട്ടോ. വലാകിൻ അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫുൻ. അലിഫ് ഒരു ഹർഫാണ്, ലാം ഒരു ഹർഫാണ്, മീം മറ്റൊരക്ഷരമാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അലിഫ് ലാം മീം എന്നങ്ങോട്ട് ഓതിയാൽ 90 പ്രതിഫലം ഒരർത്ഥത്തിന്. വേറെ ഒരർത്ഥപ്രകാരം ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ അലിഫ് ഒരക്ഷരമാണ്, ലാം ഒരക്ഷരമാണ്, മീം ഒരക്ഷരമാണ് എന്ന് പറഞ്ഞത് അലിഫ് എന്ന ആ നാമമല്ല യഥാർത്ഥത്തിൽ. അത് അലിഫ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു വരയിടും നമ്മൾ, അതാണ് അലിഫ്. അലിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് യഥാർത്ഥത്തിൽ 3 അക്ഷര. ലാം എന്ന് പറയുന്നത് ലാമിന്റെ ആ രൂപത്തെ കുറിച്ചാണ്. ലാം എന്ന പേര് വിളിച്ചു കഴിഞ്ഞാൽ അതിൽ 3 അക്ഷരമുണ്ട്. മീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ 3 ഉണ്ട്. അപ്പൊ ആ രൂപത്തിൽ പറയുകയാണെങ്കിൽ അലിഫ് എന്നങ്ങോട്ട് ഓതുമ്പോ അലിഫും ലാമും ഫാവും 3 അക്ഷരം അവിടെ തന്നെ പറഞ്ഞു. ലാം എന്ന് പറയുമ്പോ 3 അക്ഷരം പറഞ്ഞു, ലാമും അലിഫും മീമും. മീം എന്ന് പറയുമ്പോ മീമ യാ മീമ, ഇങ്ങനെ 9 അക്ഷരം അവിടെ വരുന്നു. ആ അടിസ്ഥാനത്തിൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പിന്നെയും അതിന് പ്രതിഫലം വർദ്ധിക്കുകയാണ്. അലിഫ് ലാം മീം എന്ന് പറഞ്ഞാൽ 30 പ്രതിഫലം കിട്ടുന്നു നേരത്തെ പറഞ്ഞു. ഈ അർത്ഥത്തിൽ 90 പ്രതിഫലം കിട്ടും അലിഫ് ലാം മീം എന്ന് പറഞ്ഞാൽ. വീണ്ടും അതിന് പ്രതിഫലം വർദ്ധിക്കുകയാണ്. അപ്പൊ ഏതാവട്ടെ, ഇത്രയും അധികം മഹത്വമുണ്ട് എന്ന് പറഞ്ഞ ഈ ഖുർആൻ പാരായണം നമ്മൾ നടത്തുന്നില്ലെങ്കിൽ പ്രിയപ്പെട്ട സുഹൃത്തെ നമ്മളെ എന്തിനാ പറ്റുക? നമ്മൾ ആലോചിക്കണത്. രക്ഷപ്പെട്ട വിഭാഗത്തെ പരിചയപ്പെടുത്തുന്നിടത്ത് ഖുർആൻ പറയുന്നുണ്ട്, വയതുലൂന കിതാബല്ലാഹ്, അല്ലാഹുവിന്റെ കിതാബ് പാരായണം ചെയ്യുന്നവരാണവർ. ഖുർആൻ ഓതുക എന്നത് ഒരു വിശ്വാസിയുടെ ലക്ഷണമാണ്. നിസ്കരിക്കുക, സക്കാത്ത് കൊടുക്കുക, ഖുർആൻ ഓതുക, കൈവശം ഉള്ള സമ്പത്തിൽ നിന്ന് ചെലവഴിക്കുക, ഇതൊരു വിശ്വാസിയുടെ വിജയത്തിന് അടിസ്ഥാന നിദാനമായി കിടക്കുന്ന കാര്യങ്ങളാണ്. വിശുദ്ധ ഖുർആൻ അത് മറ്റൊരിടത്ത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഒരു ഖത്തുമെങ്കിലും റമദാൻ മാസത്തിൽ തീരാത്ത ഒരൊറ്റ ചെറുപ്പക്കാരനും ഈ സദസ്സിലുണ്ടാവരുത്. ഉമ്മമാരെ കഴിയുമെങ്കിൽ ഒരു 3 ഖത്തുമ് തീർക്ക്. കഴിയും, തീർച്ചയാണ്. അർത്ഥതലങ്ങൾ അറിഞ്ഞുകൊണ്ട് പാരായണം ചെയ്യുകയാണെങ്കിൽ വല്ലാത്ത ഒരു ലോകത്ത് എന്തൊരനുഭൂതിയോടുകൂടെ അങ്ങനെ പോകാം. സ്വർഗമുണ്ട്, നരകമുണ്ട്. അതുപോലെ തന്നെ മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെ കഥകളുടെ വിവരണങ്ങളുണ്ട്. അതേ രൂപത്തിൽ തന്നെ പ്രപഞ്ച രഹസ്യങ്ങളിലേക്ക് സൂചനകളുണ്ട്. അതുപോലെ മരണവും മരണാനന്തര ജീവിതവും ഒക്കെ പച്ചയായി വരഞ്ഞു കാണിക്കുന്നുണ്ട്. അതൊക്കെ മനസ്സറിഞ്ഞിങ്ങനെ ഓതുന്നുവെങ്കിൽ അറിയാതെ നമ്മൾ കണ്ണുകൾ ഈറനണിഞ്ഞു പോകും. പ്രിയപ്പെട്ട കൂട്ടുകാരെ, അറിയാതെ കരഞ്ഞു പോകും. ബഹുമാനപ്പെട്ട പണ്ഡിതന്മാര് പലരും കേരളത്തിലെ മുഴുവൻ പണ്ഡിതന്മാരുടെ ഉസ്താദാണ്. ഉസ്താദുൽ അസാതീദ് ഒക്കെ ഉസ്താദ് ബഹുമാനപ്പെട്ടവരുടെ നിത്യ ശൈലിയായിരുന്നു. രാവിലെ സുബഹിയുടെ 1 മണിക്കൂർ മുമ്പ് എഴുന്നേൽക്കും. ഇപ്പത്തെ സാഹചര്യത്തിൽ പറയാം 3:45 എഴുന്നേൽക്കും. എന്നിട്ട് 4:45 വരെ. ഇന്ന് മഹാനവറുകൾ നമ്മളോടൊപ്പമില്ല, ഖബറിലാണ്. അള്ളാഹു മഹാനവറുകളുടെ ബറക്കത്ത് കൊണ്ട് നമ്മളെ രക്ഷിക്കട്ടെ. നമുക്കും അള്ളാഹു നല്ലത് തോന്നിപ്പിച്ചു തരട്ടെ, നന്മക്കുള്ള അവസരങ്ങൾ നൽകട്ടെ. 1 മണിക്കൂർ സമയം അതാ വിശുദ്ധ ഖുർആനിന്റെ മുമ്പിലിരുന്ന് ആ ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്യുകയും ആ ഖുർആന്റെ അകത്തളങ്ങളിലേക്ക് ഹൃദയം കയറി വരുമ്പോ അറിയാതെ കരഞ്ഞിട്ട് താടിരോമങ്ങളിലൂടെ കണ്ണുനീരിങ്ങനെ ഒലിച്ചു ചാടിയിരുന്നുവെന്ന് അനുഭവസ്ഥരായ ശിഷ്യന്മാര് നമ്മെ പറഞ്ഞു പരിചയപ്പെടുത്തുമ്പോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ സമയം പോയത് എവിടെയാണെന്ന് ആലോചിക്കണം കേട്ടോ. നമ്മൾ ഒന്നിരിക്കൽ സുഖമായി കിടന്നുറങ്ങുകയാണ്, അല്ലെങ്കിൽ ആ സമയത്തും അശ്ലീല ചിത്രങ്ങൾ കാണാൻ നമ്മൾ ഉറക്കൊഴിച്ച് എഴുന്നേറ്റിരുന്ന് അത് കാണുകയും രസിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആലോചിക്കണം. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനുമായുള്ള ബന്ധം നമ്മിൽ നിന്ന് അടർത്തിയെടുത്തത് ആരാണ്? നമുക്ക് ഖുർആനിനെ അന്യമാക്കിയത്?
ഈ ചർച്ച ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. ഖുർആൻ പറയുന്നു, മിനന്നാസി മയ്യശ്തരീ ലഹുവൽ ഹദീസി ലിയുദില്ല അൻ സബീലില്ലാഹി ബിഗൈരി ഇൽമിൻ വയത്തഖിദഹാ ഹുസുവാ ഉലൈക ലഹും അദാബും മുഹീൻ. സൂറത്തുൽ ലുഖ്മാനിൽ അല്ലാഹ് പറയുന്നു, വമിനന്നാസി, മനുഷ്യന്മാരുടെ കൂട്ടത്തിലുണ്ട്. നിങ്ങളൊക്കെ ഒന്നിങ്ങനെ ചിന്തിക്കുക, എന്ത് പോത്തുകളുടെ കൂട്ടത്തിലുണ്ട് എന്നല്ല അല്ലാഹ് പറയണ, മനുഷ്യന്മാരുടെ കൂട്ടത്തിലുണ്ട്. അത് ഞാനും നിങ്ങളും ആകുമോ എന്നൊന്ന് ആലോചിക്കണം. മയ്യശ്തരീ ലഹുവൽ ഹദീസ്, അശ്ലീലോപകരണങ്ങൾ വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ടുവരുന്നവരുണ്ട്. നിങ്ങൾ ഉസ്താദുമാരോട് ചോദിക്കാൻ വെറുതെ അർത്ഥം പറയാണോ? ലഹുവൽ ഹദീസ്, അശ്ലീലങ്ങൾ, ചീത്ത വർത്തമാനങ്ങൾ, അശ്ലീലങ്ങൾ വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ടുവരുന്ന ചിലരുണ്ട്. എന്തിന്? ലിയുദില്ല, ആ അശ്ലീലോപകരണം മാർഗതടസ്സമാകാൻ, അത് വഴി തിരിച്ചുവിടാൻ, അൻ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ യഥാർത്ഥ വഴിയിൽ നിന്ന് റൂട്ട് തിരിച്ചുവിടാൻ വേണ്ടിയിട്ട് ഇത് വീട്ടിൽ കൊണ്ടുവന്ന് സ്ഥാപിക്കുന്നവരുണ്ട്. വമിനന്നാസി മൻ യശ്തരീ ലഹുവൽ ഹദീസി ലിയുദില്ല അൻ സബീലില്ലാഹ് ബിഗൈരി ഇൽമിൻ, ഇവരറിയാതെ സത്യത്തെ തൊട്ട്, അള്ളാഹുവിന്റെ മാർഗത്തെ തൊട്ട് വഴി തിരിച്ചു കളയാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിടാറുണ്ട്. വയത്തഖിദഹാ ഹുസുവാ, മാത്രമല്ല അന്ന് മുതൽ ഈ അശ്ലീലോപകരണങ്ങൾ വീട്ടിൽ കയറി ഇത് നുണഞ്ഞു പഠിക്കുന്നതോടുകൂടി, പ്രിയപ്പെട്ട സഹോദര, നമ്മുടെ വീട്ടാംഗങ്ങൾ, വീട്ടിലെ ആളുകളെ പറ്റിയാ പറയുന്നത്. വയത്തഖിദഹാ ഹുസുവാ, അന്ന് മുതൽ അവന് നല്ല വഴിയെ കൊച്ചാക്കി കാണിക്കുകയാണ്. ഇനി ഖുർആനോത്ത് വേണ്ട, ഇന്ന് മുതൽ മറ്റുള്ള നല്ല നല്ല കാര്യങ്ങളോടൊക്കെ ഒരു വെറുപ്പാണ്. ഇതുണ്ടാക്കി തീർക്കാൻ എന്ന് പറഞ്ഞാൽ അതിനു വേണ്ടി കൊണ്ടുവരുന്നല്ല, കൊണ്ടുവന്നാൽ അതിന്റെ അനന്തരഫലം അതായിരിക്കും. ലിയുദില്ല അൻ സബീലില്ലാഹി ബിഗൈരി ഇൽമിൻ വയത്തഖിദഹാ ഹുസുവാ ഉലൈക ലഹും അദാബും മുഹീൻ. ഇങ്ങനെ അശ്ലീലോപകരണങ്ങൾ വാങ്ങി വീട്ടിൽ കുടിയിരുത്തി അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തെറ്റിച്ചു കളയുന്ന മനുഷ്യന്മാർക്ക് വളരെ വളരെ വൃത്തികെട്ട ശിക്ഷയാണ് ഞാൻ ഒരുക്കി വച്ചിട്ടുള്ളത്. പടച്ച റബ്ബ് വിശുദ്ധ ഖുർആനിലൂടെ എന്നെയും നിങ്ങളെയും ബോധ്യപ്പെടുത്തുന്നു. ഒന്നൊന്ന് ആലോചിക്കുക പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. ഈ ആയത്തോതിയിട്ട് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്, ഖുർആൻ വ്യാഖ്യാതാക്കളുടെ ലീഡർ, ഹെഡ് ഓഫ് മുഫസ്സിരീൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആളാണ്, മഹാനവറുകളോട് ചോദിച്ചു, ലിയുദില്ല അൻ സബീലില്ലാ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മാർഗത്തെ തൊട്ട് തടയാന്ന് പറഞ്ഞാൽ നിസ്കാരം മുടങ്ങിയാലും പറയാ, നോമ്പ് മുടങ്ങിയാലും പറയാ, സ്വലാത്ത് ചൊല്ലൽ മുടങ്ങിയാലും പറയാ, ദിക്ർ ചൊല്ലൽ മുടങ്ങിയാലും പറയാ, ഖുർആനോത്ത് മുടങ്ങിയാലും പറയാ, നല്ലത് എന്ത് മുടങ്ങിയാലും അള്ളാഹുവിന്റെ മാർഗം മുടങ്ങി എന്ന് പറയാം. ഈ അശ്ലീലോപകരണങ്ങളെ കൊണ്ട് അള്ളാഹുവിന്റെ മാർഗം മുടങ്ങുന്നു പറഞ്ഞതുകൊണ്ട് പ്രധാനമായി വല്ലതും ലക്ഷ്യമിടുന്നുണ്ടോ? അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് പറയുന്ന, നല്ലോണം ആലോചിച്ചോ, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് 1000 ചില്ലാനം വർഷങ്ങൾക്ക് മുമ്പ് അതാ നമ്മുടെ സമാനിലേക്ക് നോക്കിക്കാണുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് പറഞ്ഞു, അതെ അതെ, നിസ്കാരം മുടങ്ങണമെന്നില്ല, നോമ്പ് മുടങ്ങണമെന്നില്ല, മറ്റുള്ള കാര്യങ്ങളൊക്കെ സജീവമായി നടന്നേക്കാം. വീട്ടിൽ അശ്ലീലോപകരണങ്ങളുണ്ടെങ്കിൽ, അശ്ലീലങ്ങൾക്ക് സൗകര്യമുണ്ടെങ്കിൽ അവിടെ മുടങ്ങിപ്പോകുക. യഅ്നി, അതുകൊണ്ട് അല്ലാഹു ഉദ്ദേശിച്ചത് തിലാവത്തുൽ ഖുർആൻ, ഖുർആൻ പാരായണം മുടങ്ങുമെന്നാണെന്ന് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ ഒന്ന് ആലോചിച്ച് നോക്ക്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് പറഞ്ഞത് എത്ര കറക്റ്റല്ലേ? നമ്മളെ വീട്ടിൽ ഈ റിയാലിറ്റി ഷോയും അതുപോലെ തന്നെ ഈ സീരിയലും ഒക്കെ ഓടുമ്പോ നിസ്കാരം മുടങ്ങിനോ? ഇല്ല, അതൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ചടപടയായിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഹൈ സ്പീഡിൽ മഗ്‌രിബൊക്കെ ഇങ്ങനെയൊക്കെ കരകുപ്പായിട്ട് ഒപ്പിച്ചിട്ടുണ്ട്. നോമ്പ് മുടങ്ങിനോ? നോമ്പും നടക്കണുണ്ടോ? പക്ഷെ ഒരു കാര്യം സത്യല്ലേ, പഴയ കാലത്ത് ഈ നാട്ടിന്റെ അവസ്ഥ എന്തായിരുന്നു എനിക്കറിയില്ല. ഒരു മുസ്ലിം വീട്ടിന്റെ അടുത്ത് കൂടെ ഇങ്ങനെ നടന്നു പോവുകയാണെങ്കിൽ, ഒരു മുസ്ലിം ഏരിയയിലൂടെ ഒക്കെ ഇങ്ങനെ നടന്നു പോവുകയാണെങ്കിൽ ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ എല്ലാ വീട്ടിൽ നിന്നും പതിഞ്ഞ സ്വരത്തിൽ ഖുർആൻ പാരായണം കേൾക്കുമായിരുന്നു. ആ വീട്ടിലെ ഉമ്മാരും പെങ്ങന്മാരും ഒക്കെ മാല ചൊല്ലുന്നതും മൗലിദ് ചൊല്ലുന്നതും ഖുർആൻ പാരായണം ചെയ്യുന്നതും ഒക്കെ
ഇന്ന് ഏത് വീട്ടിന്റെ ചുവട്ടിലൂടെ അടുത്തുകൂടെ പരിസരത്തുകൂടെ നിങ്ങൾ നടന്നു നോക്ക്, എല്ലാ വീട്ടിൽ നിന്നും കേൾക്കുക ഈ കാതടപ്പിക്കുന്ന ശബ്ദമല്ലേ, വേറെന്തെങ്കിലും ഉണ്ടോ? ഈ അശ്ലീല ശബ്ദം മാത്രല്ലേ? എങ്ങനെ ഉണ്ട് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിന്റെ ആ പ്രവചനം? യഅ്നി തിലാവത്തുൽ ഖുർആൻ, അല്ലാഹ് അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ പറയുന്നു, നമ്മെ ഖുർആൻ പാരായണത്തിൽ നിന്ന് അകറ്റിയത് മറ്റാരുമല്ല, ഈ ദുശ്ശീലങ്ങളാണ്. ഇനി ഓരോരുത്തരും ഇങ്ങനെ ചിന്തിക്കുക, പഠിച്ചോനെ അപ്പൊ ഞാൻ ടെലിവിഷൻ കൊണ്ടുപോയി വെച്ചുകൊണ്ട് എൻ്റെ വീട്ടിൽ ഇതിനുള്ള സൗകര്യങ്ങളൊക്കെ ഞാൻ ഒരുക്കിയതുകൊണ്ട് എൻ്റെ വീട് ഇങ്ങനെ വഷളായിട്ടുണ്ടോ എന്ന് ഓരോരുത്തരും ഇങ്ങനെ ചിന്തിച്ചു നോക്ക്. അപ്പൊ കിട്ടും ആ ടെലിവിഷൻ കൊണ്ടുപോകാത്ത ഒരു സുവർണ കാലഘട്ടത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ നിനക്ക് ഇങ്ങനെ ഓർമ്മയിൽ തെളിയും, ഉമ്മ മഗ്രിബ് നിസ്കരിച്ചാ പിന്നെ നിസ്കാര കുപ്പായം അയക്കൂല, തസ്ബീഹുമാല കയ്യില്, ഖുർആൻ കയ്യില്, ആ ഉമ്മ തസ്ബീഹുമാലയും ഖുർആനുമായിട്ട് ഇങ്ങനെ നടക്കുന്ന ഒരു ചിത്രം, അല്ലെങ്കിൽ ഒരു ഭാഗത്ത് അടങ്ങി ഒതുങ്ങി ഇരുന്ന് ബഹുമാനപൂർവ്വം ഖുർആൻ തപ്പിപ്പിടിച്ച് പാരായണം ചെയ്തിരുന്ന ഉമ്മ. ശരിക്കും ഓതാനൊന്നും അറിയൂല ചിലപ്പോ, എന്നാലും വളരെ കഷ്ടപ്പെട്ട ഖുർആൻ ഇങ്ങനെ നുള്ളി പെറുക്കി അങ്ങനെ പാരായണം ചെയ്തിരുന്നവർക്ക് 2 കൂലിയാണല്ലോ റസൂലുള്ളാഹി പറഞ്ഞത്. ശരിക്കറിയില്ല, എന്നാലും അതിനോടുള്ള അങ്ങേയറ്റത്തെ ആവേശം കൊണ്ട് പരമാവധി അറിയാവുന്നിടത്തോളം സുന്ദരമായിട്ട് ആ വിഷയം തപ്പിപ്പിടിച്ച് പാരായണം ചെയ്യുന്നവർക്ക് 2 പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞു റസൂലുള്ളാഹി. അപ്പൊ ആ ഉമ്മയുടെ ചിത്രം ഒന്ന് ആലോചിച്ച് നോക്ക്. ഇന്ന് നിങ്ങളുടെ ഉമ്മയുടെ അവസ്ഥ എന്താണെന്നും ചിന്തിക്കുക. അതേ വീട്ടിൽ ഇന്ന് മഗ്രിബ് നിസ്കരിച്ചു കഴിഞ്ഞാല് എല്ലാവരും ഈ പെട്ടിയുടെ മുമ്പിൽ അങ്ങോട്ട് ഇരിക്കുക. ആ പെട്ടിയുടെ മുമ്പിൽ ഇരിക്കുമ്പോ നേരത്തെ നീ ഈ ചെകുത്താന്റെ പെട്ടി നിന്റെ വീട്ടിലേക്ക് കയറ്റിക്കൊണ്ടുവരുമ്പോ ബോധം കെട്ട് വീഴുമോ എന്ന് തോന്നിപ്പോയാ അത്രയും അധികം വെറുപ്പ് പ്രകടിപ്പിച്ച നിന്റെ ഉമ്മ, ആ ഉമ്മയാണ് 6 മാസം കഴിഞ്ഞപ്പോ ആ പെട്ടിയുടെ മുൻവശത്തല്ലേ. ചിന്തിക്കുക, ഇന്നിപ്പോ വീട്ടിലെ വല്യമാരെ കയ്യിലാ മറ്റേ മുതല് റിമോട്ട് കൺട്രോൾ അല്ലെ, വല്യമാരുടെ കയ്യിലാണ്, വല്യമ്മയാണ് വിഷയം നിയന്ത്രിക്കുന്നത്. من يشتري لهو الحديث ليضل عن سبيل الله بغير علم ويتخذها هزوا أولئك لهم عذاب مهين. എടുത്തു മറിച്ചു നോക്ക് സൂറത്തുൽ ലുഖ്മാനിൽ, അതിന്റെ തുടക്കത്തിൽ തന്നെയാണ് ഈ ആയത്തുള്ളത്. അള്ളാഹു പറയാൻ, ഞാൻ പറഞ്ഞു വന്നത് ഖുർആനോത്ത് നമുക്ക് അന്യമാക്കി കളഞ്ഞത്, അതിന്റെ കാരണം അന്വേഷിച്ച് തലപുണ്ണാക്കണ്ട, നമ്മൾ തന്നെയാണ് ഈ ദുശ്ശീലം നമ്മളിൽ ഉണ്ടാക്കി തീർത്തത്. ഇത് നുണഞ്ഞ് പഠിച്ചാ പിന്നെ നല്ലതിനോട് ഇമ്പം ഉണ്ടാകൂല. നേരത്തെ ഖുർആൻ ഓതിയിരുന്ന ഉമ്മയുടെ കാര്യത്തിൽ സഹതപിച്ചു. നിങ്ങൾ ഉമ്മനോട് പറയാണ്, ഉമ്മ നിങ്ങൾ നേരത്തെ ഖുർആൻ ഓതാറുണ്ടല്ലോ, ഞാൻ ഈ പെട്ടി കൊണ്ടുവന്ന് കുടുങ്ങി. ഉമ്മ നിങ്ങൾ പഴയ ഖുർആൻ പാരായണത്തിലേക്ക് പോകണമെന്ന് പറഞ്ഞാൽ ഉമ്മ പറയും, മോനെ ഇത്ര നല്ല എപ്പിസോഡ് ഉണ്ടാവുമ്പോ ഖുർആനോ എന്ന് ചോദിക്കും. നല്ലതിന്റെ മാർഗോ അള്ളാഹുവിന്റെ വഴികളോട് ഒരു പുച്ഛമായിരിക്കും ഖുർആൻ പറയുന്നു. എന്താ കാരണോ? ഈ അശ്ലീലം നുണഞ്ഞ് അതിനനുസരിച്ച് ഉമ്മയുടെ ഹൃദയം പാകപ്പെട്ടുപോയി. പെങ്ങളെ, നിന്റെ ഭാര്യയും നിന്റെ പെങ്ങളും ഒക്കെ ഏതായാലും അങ്ങനെ ആയിപ്പോയി. വീട്ടിൽ കുറച്ചെങ്കിലും തഖ്വയുടെ ഉളുപ്പ് കാത്തു സൂക്ഷിച്ച ഉമ്മക്ക് പോലും നഷ്ടപ്പെട്ടു. പ്രിയപ്പെട്ട സുഹൃത്തെ, ശരിക്കാലോചിക്ക. അതുകൊണ്ട് ഞാൻ പറയുന്ന ഈ ഉപകരണം ഇന്ന് വീട്ടിൽ വേണ്ട എന്ന് പറഞ്ഞാൽ ഞാൻ ലോകം തിരിയാത്തവനാകും അല്ലേ? തീർച്ചയാണ്. നിങ്ങളെ വീട്ടിൽ ടെലിവിഷൻ ഉണ്ടാവരുത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇന്നലെ കേട്ട, ഇന്നെന്റെ പ്രസംഗം ഇതുവരെ കേട്ട ആ മാനസികാവസ്ഥയോടുകൂടിയല്ല ഇനി കേൾക്കുക. ഒരു നേരം വെളുക്കാത്ത മുസ്ലിയാരുന്നാ കരുതുക. ഇതുകൊണ്ടാ ഞാൻ പറയുന്നത്, നിങ്ങളോട് ഈ പെട്ടി എടുത്ത് നിങ്ങൾ മാറ്റിക്കളയണമെന്ന് പറഞ്ഞാൽ കേൾക്കുന്നു തോന്നുന്നില്ല. ഞാൻ പറയുന്നു, നിങ്ങളെ മക്കള് നന്നാവണോ, നിങ്ങളെ കുടുംബം നന്നാവണോ, പൂർണ്ണമായും നന്നായി കിട്ടണം എന്നൊരാൾ മോഹിക്കുന്നുണ്ടോ? ഈ ഹലാക്കിന്റെ പെട്ടി വീട്ടിലില്ലെങ്കിൽ അത്രയും ഗുണം. ഇനി പോവട്ടെ, ഞാൻ പറയുന്നത് വെച്ചേ പറ്റൂ. എനിക്ക് അന്താരാഷ്ട്ര വിവരങ്ങൾ അറിയണ്ട ഉസ്താദേ. ഞാൻ നിങ്ങളെപ്പോലെയാണോ? കുറച്ചൊക്കെ ലോകം തിരിയുന്നവനല്ലേ? ഈ ഒരു മട്ടിലാണെങ്കിൽ ഒറ്റ അപേക്ഷ എനിക്ക് പറയാനുണ്ട്. ഇശാ മഗ്രിബിന്റെ ഇടയിൽ കനത്ത ഒരു കൺട്രോളെങ്കിലും, നിയന്ത്രണമെങ്കിലും ഈ പെട്ടിക്ക് ഏർപ്പെടുത്തിയിട്ടില്ലെങ്കിൽ നിങ്ങളെ മക്കളും കുടുംബവും നരകത്തിലേക്കാണെന്ന് ഉറപ്പിച്ചോ. ഒരു നിയന്ത്രണമെങ്കിലും വേണോ?
ഞാൻ തോന്നിയാസത്തിന് എന്റെ വീട്ടിൽ അഴിഞ്ഞാടാൻ വിട്ടുകൊടുക്കൂല എന്നുള്ളൊരു നിയന്ത്രണമെങ്കിലും വേണം. എന്താ ഇയാളൊരു പെട്ടി വെക്കാൻ വേണ്ടി പള്ളിയിൽ ഉസ്താദിനോട് വന്ന് ഫത്വ ചോദിച്ച കോലം? പള്ളിയിൽ ഉസ്താദിന് ഇപ്പൊ തന്നെ പോയിട്ട് വാങ്ങണമെന്ന് പറയേണ്ട രൂപത്തിലാണ് അയാളുടെ അവതരണം. അല്ലെ, കാര്യങ്ങളുടെ വാർത്ത അറിയുന്നതിന്റെ പ്രാധാന്യമൊക്കെ ആയിട്ട് പ്രസംഗിച്ചിട്ടാ പിന്നെ ചോദിക്കുന്നത് എന്താ ഉസ്താദെ വാങ്ങണതിന് കുഴപ്പമുണ്ടോന്ന്. അപ്പൊ ഉസ്താദ് ഈ നടന്നു പോകല്ല, വണ്ടിക്ക് പോയി പെട്ടെന്ന് കൊണ്ടുപോകാന്ന് പറയേണ്ട അടുത്തേക്ക് ആ ഗതികേട്. അത്ര ഉഷാറായിട്ട് അയാളുടെ അവതരണം. ഇങ്ങനെ കൊണ്ടുവന്ന ഒരാളെ ആലോചിക്കുക, എന്റെ വീട്ടില് വാർത്തക്ക് വേണ്ടി ഇത് തുറക്കാറുണ്ടോ? തുറക്കാറ് തന്നെ ഉണ്ടാവില്ല. ഇത് ഓടുന്നത് മുഴുവൻ സിനിമക്കും സീരിയലുകൾക്കും. അള്ളാഹു നമ്മുടെ വീടുകളെയൊക്കെ നന്നാക്കി തരട്ടെ. ദ്വാരക്കല്ലാതെ എന്ത് ചെയ്യും സുഹൃത്തെ? ആകവഷളായി. ഖുർആൻ പാരായണം നഷ്ടപ്പെടുത്തിയത് ഈ കാതടപ്പിക്കുന്ന ശബ്ദങ്ങളാണ്. സംശയിക്കണ്ട, ഇത് ഖുർആനാണ് പറയുന്നത്. അശ്ലീലങ്ങൾ കാശ് കൊടുത്തു വാങ്ങിയാൽ അള്ളാഹുവിന്റെ വഴിയിൽ അതൊരു മാർഗതടസ്സമാകും. അള്ള പറഞ്ഞത് സത്യമായി പുലരുമല്ലോ. ആ പുലർച്ചയാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്ന ഈ റമദാനിൽ നല്ല ഒരു ചാൻസാണ്. ജീവിതത്തിൽ ഖുർആൻ പാരായണം ശീലമാക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കടന്നു വരാം. രണ്ടാമത് റമദാനോടുകൂടി അത് സ്ഥിരമായി തുടർന്നു പോവുകയും ചെയ്യുക. അതങ്ങ് കണ്ടിന്യൂ ചെയ്യുക. റമദാൻ കഴിഞ്ഞ് നിർത്തല്ല. ഖുർആൻ ഓതാത്തൊരു ദിവസം ഉണ്ടാവരുത്. 40 ദിവസം പിന്നിടുമ്പോഴേക്കൊരു ഖത്ം ഇങ്ങനെ തീർക്കാൻ കഴിഞ്ഞാല്, ദിവസം ഒരു ജുസ് ഓതിയാൽ 30 ദിവസം കൊണ്ടൊരു ഖത്മാകും. ചിലപ്പോ ചില ദിവസം പറ്റിയില്ല എന്ന് വരും, ചില ദിവസം ഒരു പേജേ ഓതാൻ പറ്റിയുള്ളൂ എന്ന് വരും. എന്നാൽ അതൊക്കെ പരിഹരിച്ചെടുക്കാൻ ആലിമീങ്ങൾ പണ്ഡിതന്മാര് പറഞ്ഞു, ഒരു ഖത്മ് തീർക്കേണ്ട ഏറ്റവും ചുരുങ്ങിയ ഒരു കാലഘട്ടം 40 ദിവസത്തിനുള്ളിലെങ്കിലും ഒന്ന് തീർക്ക്. അതാണ് ഏറ്റവും ഉത്തമമായ മാർഗം എന്ന് പറഞ്ഞു. സാധിക്കൂലേ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരെ, നിങ്ങൾക്ക് സാധിക്കില്ലേ? അള്ളാഹുവിന്റെ വിശുദ്ധ കലാമുമായുള്ള ഈ ബന്ധത്തിൽ ഈമാൻ അങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കും. എന്തൊരാവേശമായിരിക്കും! വിശുദ്ധ ഖുർആൻ ആദ്യം ഓതുമ്പോ ചടപ്പായിരിക്കും. പിന്നെ ഓതി അതങ്ങോട്ട് ഹരം വീണാൽ എത്ര ഓതുന്നതിനും ഒരു പ്രയാസമുണ്ടാകില്ല. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ആ തൗഫീഖ് നമുക്ക് തരും. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഖുർആൻ ഓതുന്നവന്റെ ഖബറിൽ ആ ഖുർആൻ അവന് തുണയായി വരും. ഖുർആൻ പാരായണം നല്ല ശീലമാക്കി വളർത്തിയെടുക്കണം. അതിൽ ചില പ്രത്യേക അധ്യായങ്ങൾ ജീവിത വിജയത്തിന് വേണ്ടി സ്ഥിരമായി പാരായണം ചെയ്യണം. സൂറത്തുൽ വാഖിയ പാരായണം ചെയ്താൽ അവന് ദാരിദ്ര്യം വരില്ല. സൂറത്തുൽ മുൽക്ക് തബാറക പാരായണം ചെയ്താൽ അവന് ഒരിക്കലും തന്നെ ഖബറിൽ അദാബ് ഉണ്ടാവില്ല. ഈ രണ്ട് കാര്യങ്ങളും ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി പഠിപ്പിച്ചതാണ്. ഇതൊക്കെ ഉണ്ടായിരുന്നു പഴയ വീട്ടില്. വാഖിയ ഓതിയോ തബാറക ഓതിയോ അല്ലെങ്കിൽ ചോറില്ല വല്യമാന്റെ അടുത്തുനിന്ന്, അങ്ങനെയൊക്കെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്നിങ്ങനെ ചോദിക്കുവോ വാഖിയ ഓതിയോ തബാറക ഓതിയോ അല്ലെങ്കിൽ ചോറില്ല എന്ന് പറയോ? എപ്പിസോഡ് കണ്ടിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ചോറ് കിട്ടിയില്ല എന്നില്ല. അല്ലേ? കാലം മാറി, ഒരുപാട് മാറി. കാരണം അത് ചോദിക്കേണ്ട വല്യമ്മ പോലും ഈ രംഗത്തില്ല. വീട്ടിലെ നാഥൻ പോലും ഈ രംഗത്ത്, വീട്ടുനാഥൻ പോലും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. അവര് പോലും അശ്ലീലങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയും അതിന് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്ന, നമുക്ക് റമദാൻ മാസോ തിരിച്ചുവരവിനുള്ള ഒരു പീരീഡായിട്ട് കാണാം. ഈ റമദാൻ ഒന്നിന് തുടങ്ങവത്ത്, എന്നിട്ട് ഖുർആൻ ഏറ്റവും ചുരുങ്ങിയത് ഒരു പേജെങ്കിലും ഓതണം. എത്രയോ നല്ല നല്ല മനുഷ്യന്മാരുണ്ട്. ഓരോ നിസ്കാരത്തിന്റെ ശേഷവും ഖുർആൻ പാരായണം ചെയ്യണം എന്നുള്ള നിർബന്ധമുള്ളവർ. ഞാന് ഈ അടുത്ത് കഴിഞ്ഞ ആഴ്ച തിരിച്ചു വന്നിട്ടേ ഉള്ളൂ. ഉംറക്ക് പോയി തിരിച്ചു വന്നപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു, രാത്രി നമ്മൾ 1 മണിക്കോ 2 മണിക്കോ ഒക്കെ എഴുന്നേറ്റ്, കാരണം ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒക്കെ കിട്ടുള്ളൂ, 2 ഹറമുകളിൽ ചെല്ലുമ്പോൾ ഒന്ന് നേരത്തെ എഴുന്നേറ്റ് പോയി കുറച്ച് ഖുർആൻ ഓതാന്ന് കരുതി ചെന്നിരിക്കുമ്പോൾ അവിടെ നിറഞ്ഞു നിൽക്കുന്ന ജനങ്ങൾ, എപ്പോ ചെന്നാലും ജനം നിറഞ്ഞു നിൽക്കുന്നു. വിശുദ്ധ ഖുർആൻ അങ്ങനെ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന, എന്നല്ല ഓരോ നിസ്കാരത്തിന്റെ ശേഷവും കുറച്ച് ഖുർആൻ ഓതാതെ എഴുന്നേറ്റ് പോകുന്നില്ല. വലിയ ജോലി തിരക്കൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ആ നിസ്കാരം കഴിഞ്ഞ് പോകുന്ന സമയത്ത് വെറുതെ അതിലൂടെ അങ്ങ് പോകുമ്പോ ഖുർആൻ വെച്ചിരിക്കുന്ന സ്റ്റാൻഡിൽ നിന്ന് മുസ്ഹഫ് എടുത്തിട്ട് ആ മുസ്ഹഫ് തുറന്നിട്ട് ഒന്ന് ഹൃദ്യമായിട്ട് ഒരു മുത്തം നൽകിയിട്ട് അവിടെ ബഹുമാനപൂർവ്വം അടച്ചു വെച്ചിട്ട് അവർ ജോലിക്ക് പോകുന്നു.
ഇതും ഒരു മാനസികമായ ആവേശമാണല്ലോ. ആ കൂട്ടത്തിലൊക്കെയാണ് നമ്മളും ജീവിക്കുന്നത്. ഇത് വല്ലാത്ത മനസാക്ഷിക്കുത്തു തോന്നി. കേരളീയന്റെ ശൈലി എത്ര മാറ്റമുണ്ട്. ഖുർആൻ തൊട്ടു നോക്കാറില്ല. മദ്രസയിൽ നിന്ന് പോന്നതിന്റെ ശേഷം ആദ്യാന്ത്യം ഖുർആൻ ഒന്ന് ഓതിയത് പറയാൻ തന്നെ പറ്റുന്നില്ല. ഈ സദസ്സിൽ ഒരുപാട് ആളുകൾ ഖുർആൻ ഓതുന്ന നല്ല ശീലക്കാരുണ്ടാകും. ഞാൻ പറയുന്നത്, എന്നാൽ നല്ല ഒരു വിഭാഗം ചെറുപ്പക്കാരോട് മോനെ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ മദ്രസയിൽ നിന്ന് പോന്നതിന്റെ ശേഷം നീ ഓതിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഓതാത്തവരുണ്ടാവും. എപ്പോഴെങ്കിലൊക്കെ എവിടെയെങ്കിലൊക്കെ ഓതും. എന്നാ പഴയ കാലത്ത് അങ്ങനെ ആയിരുന്നില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത്, റമദാൻ മാസത്തിൽ നമ്മൾ എന്തു ചെയ്യണമെന്ന ചർച്ച ചെയ്യുമ്പോൾ ഖുർആൻ ഓതണം എന്ന ചർച്ച രണ്ടാമതായി ഞാൻ എടുത്തു വെച്ചപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, റമദാനോടുകൂടി നിർത്തരുത് മക്കളെ, തുടരണം. ജീവിതത്തിൽ വലിയ വിജയം ഉണ്ടാകും. അള്ളാഹു നമ്മളെ തുണക്കട്ടെ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുന്ന സദസ്സിൽ റഹ്മത്ത് വന്ന് പൊതിയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. മാലാഖമാര് വന്ന ആ സദസ്സിനെ പൊതിയുമെന്ന് ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ട്. ശാന്തിയും സമാധാനവും ആ സദസ്സിലേക്ക് വർഷിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു കൂട്ടം വട്ടമിട്ടിരുന്ന് ഖുർആൻ ചർച്ച ചെയ്യുകയാണെങ്കിൽ ആ സദസ്സിലേക്ക്, ഖുർആൻ ചർച്ച ചെയ്യുന്ന സദസ്സിലേക്ക് അതാ നസലത്ത് അലൈഹിമുസ് സകീന വഗശിയത്തുഹുമുർ റഹ്മ വഹഫതു ബിഹിമുൽ മലായിക. റസൂലുള്ളാഹി പഠിപ്പിക്കുന്നു, അവിടെ ശാന്തി വരും, അവിടെ സമാധാനം വരും. ഇതും കാണാം മദീനത്തെ പള്ളിയിൽ ഇശാ മഗ്രിബിന്റെ ഇടയിൽ. നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ ഏതെങ്കിലും ഒരു പള്ളിയിൽ ഇത്തരം ഒരു കാഴ്ച കാണാൻ വല്ലാത്ത മോഹമുണ്ട്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ചുരുക്കം ചില പള്ളികളിൽ എന്തെങ്കിലുമൊക്കെ ആഴ്ചയിൽ ഒരിക്കലോ രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ ഖുർആൻ പഠനവേദികൾ നടക്കുന്നുണ്ട്. ഒരുപാട് നടക്കുന്നുണ്ട് കേരളത്തിൽ ഇന്ന് അത്തരം പഠനവേദികൾ. അൽഹംദുലില്ലാഹ്, സന്തോഷകരമാണ്. അള്ളാഹുവിന്റെ വീട്ടിലിരുന്ന് ഖുർആൻ ഒരു ഖൗമ് ചർച്ച ചെയ്താൽ അവർക്ക് സമാധാനം വരും, അവർക്ക് റഹ്മത്തിന്റെ മലക്കുകൾ അവരെ പൊതിയും, കാരുണ്യം അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുമെന്ന് പറഞ്ഞെങ്കിൽ എന്തേ പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മൾ ഇതിൽ നിന്ന് അകന്നുപോയത്? നമുക്കെപ്പോഴും ഈ അശ്ലീലങ്ങളുടെ ഇട്ടാവട്ടത്തിൽ കൂടാനാണല്ലോ നമുക്ക് താല്പര്യം. ഖുർആനിന്റെ കര കാണാ ബഹറിലേക്ക് എന്താ നമുക്ക് കടക്കാൻ പറ്റാത്തത്? എന്തേ അത് ആസ്വദിക്കാൻ കഴിയാത്തത്? എന്തേ ഖുർആനിനോട് നമുക്ക് താല്പര്യം കുറഞ്ഞു പോയത്? അതുകൊണ്ട് ഖുർആൻ ഓതാത്ത ഒരു ദിവസവും ജീവിതത്തിൽ ഉണ്ടാവരുത്. എന്നും ഖുർആൻ ഓതിയിരിക്കണം, ഒരു പേജെങ്കിലും ഓതിയിരിക്കണം. ഒന്നിനും പറ്റുന്നില്ലെങ്കിൽ ഖുർആൻ എടുത്തിട്ടൊന്ന് തക്ബീൽ, ഒന്ന് ചുംബിക്കൽ പോലും സുന്നത്താണ്. ഖുർആനിലേക്ക് നോക്കിയിരിക്കുന്നതിന് കൂലിയാണ്, ഖുർആനിൽ ചുംബിക്കുന്നതിന് കൂലിയാണ്, പാരായണത്തിന് കൂലിയുണ്ടെന്ന് പറയേണ്ടതുമില്ലല്ലോ. അതുകൊണ്ട് റമദാൻ മാസത്തിൽ ചെയ്യാൻ പറ്റിയ പണിയാണ്. എത്രയും പാരായണം ചെയ്യാം, എത്രയും ചെയ്യാം. ഒരാൾക്ക് ഇത് മടുക്കാൻ പോകുന്നില്ല. ഈമാൻ ഇങ്ങനെ വർദ്ധിച്ചു കിട്ടിയാൽ പിന്നെ തീരെ മടുക്കില്ല. എത്രയും തവണ പാരായണം ചെയ്യാൻ കഴിയും. മാത്രമല്ല അത് ഖുർആനിന്റെ പ്രത്യേകതയാണ്. ഹബീബ് പറഞ്ഞില്ലേ, ലാ തൻഖദി അജായിബു, ഖുർആനിന്റെ വിസ്മയങ്ങൾ അവസാനിക്കില്ല. മാത്രമല്ല ഖുർആൻ ഓതുന്നയാൾക്ക് മടിപ്പ് തോന്നുകയില്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അത് ഓതുന്നവന് മടിപ്പ് തോന്നുകയില്ല, അലസത വരില്ല. എത്ര കേട്ടാലും എത്ര ഓതിയാലും വീണ്ടും വീണ്ടും അത് ഓതാൻ കഴിയുന്നു. അത് ഖുർആനിന്റെ മാത്രം പ്രത്യേകതയാണല്ലേ. ലാ യുമല്ലു സമാഉഹു, വേറെ ഒരു ഗ്രന്ഥത്തിനും അതില്ല. എത്ര ഹരമുള്ള, എത്ര തന്നെ ഇമ്പമുള്ള ഒരു നോവലാണെന്ന് സങ്കല്പിച്ചോ, വായിക്കാം. പിന്നെയും പിന്നെയും ഹരമുള്ളതാണല്ലോ നോവൽ. നല്ല നോവലിസ്റ്റുകൾ എഴുതിയ നോവലുകളാണെങ്കിൽ ധാരാളം വായിച്ചു പോകും. എത്രയോ സമയം വേണമെങ്കിൽ അതിന്റെ പിന്നാലെ പോകും. ആ പോകുന്നവരെ പറ്റി വലിയ അർത്ഥമുള്ള ടീമാണെന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല. വശ്ശുഅറാഉ യത്തബിഉഹുൽ ഗാവൂൻ അലം തറ അന്നഹും ഫീ കുല്ലി വാദിൻ യഹീമൂൻ. ഖുർആൻ പറഞ്ഞു, കവികൾ, അതുപോലെ തന്നെ നോവലിസ്റ്റുകൾ, ഷിഅർ എന്ന് പറഞ്ഞ കവിത, അതുപോലെ തന്നെ
തർക്കശാസ്ത്രത്തിന്റെ ഭാഷയിൽ ഷിഅർ എന്ന് പറഞ്ഞാൽ നോവലാണ്. കൂടുതൽ ഉൾപ്പെടുത്തണമെന്ന് തോന്നുന്നത് നോവലിസ്റ്റുകളെയുമാണ്. കാരണം അവരുടെ പിന്നാലെയാണ് കൂടുതൽ ഭ്രാന്തന്മാരുള്ളത്. വശ്ശുഅറാഉ യത്തബിഉഹുമുൽ ഗാവൂൻ. ഈ നോവലിസ്റ്റുകളെ പിന്തുടരുന്നവർ, അവരെ അനുധാവനം ചെയ്യുന്നവർ, അവരെ വായിച്ചിട്ട് മടുക്കാത്തവർ അൽ ഗാവൂൻ, അവർ വഴിപിഴച്ചവരാണ്. അത്തരം ആളുകൾക്കല്ലാതെ അതൊരു ഭ്രാന്താക്കി കൊണ്ട് നടക്കാൻ പറ്റില്ല. കാരണം പൂർണ്ണമായും സാങ്കല്പിക കഥകൾ. ഇതിനുവേണ്ടി തല പുണ്ണാക്കാണ്. ഏതോ രസമുള്ള ഒരു കഥ ഇങ്ങനെ കൊണ്ടുവന്ന് നല്ല ഒരു ടേണിംഗ് പോയിന്റിൽ വെച്ച് അവിടെ അങ്ങ് നിർത്തുകയാണ്, തുടരും. പിന്നെ ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ എന്റെ പെങ്ങള് കാത്തിരിക്കാണ്, അടുത്ത ലക്കം ഇറങ്ങണം, ഇതിന്റെ ബാക്കി വായിക്കണം. അലം തറ അന്നഹും ഫീ കുല്ലി വാദിൻ യഹീമൂൻ. ഈ ടീമിന് എന്താ എഴുതിക്കൂടാത്തത്, എന്താ പാടിക്കൂടാത്തത്? ഇവരെല്ലാ മേഖലകളിലും അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നത് നിങ്ങൾ കാണുന്നില്ല നബിയെ? മാന്യമായതേ പറയാവൂ, എഴുതാവൂ എന്നുണ്ടോ? ചിലപ്പോൾ നല്ലതായിരിക്കും പറയുന്നത്, ചിലപ്പോൾ വളരെ മോശപ്പെട്ടതായിരിക്കാം. കഥക്ക് കൊഴുപ്പുണ്ടാകണമെന്ന് മാത്രമേ ഉള്ളൂ, മാന്യമായത് മാത്രമേ പറയാവൂ എന്ന നിബന്ധനയില്ല. അതുകൊണ്ടാണ് വഴിപിഴച്ചവർക്കല്ലാതെ ഇവരുടെ പിന്നാലെ പോകാൻ പറ്റില്ല എന്ന് പറയാൻ കാരണം. സൂറത്തു ശുഅറായിൽ അല്ലാഹു പറഞ്ഞു വെച്ചു. ഏതാവട്ടെ, ഞാൻ പറഞ്ഞു വന്നത് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട്, ഇത്തരം അശ്ലീല സാഹിത്യങ്ങൾ നമ്മെ നയിക്കുന്ന, അതുപോലെ തന്നെ അശ്ലീല ചിത്രങ്ങൾ നമ്മെ നയിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. എത്ര രസമുള്ള നോവലാണെങ്കിലും ശരി, നിങ്ങൾ ഒരു വട്ടം വായിച്ചു, നല്ല ഒഴുകുന്ന ഭാഷയാണ്. കമലാ സുറയ്യയുടെ നോവലാണ്, നല്ല ഒഴുക്കുള്ള ഭാഷയാണ്. അല്ലെങ്കിൽ ബഷീരിയൻ സാഹിത്യത്തിൽ അതിന്റെ എല്ലാ ചുവയും ഒപ്പിച്ചുകൊണ്ട് ഉള്ള നല്ല ഒരു ഗ്രന്ഥം. ആ ഗ്രന്ഥം ഇങ്ങനെ വായിച്ചു, ഒരു തവണ വായിച്ചു. കഥാപാത്രങ്ങളൊക്കെ മുഴുവനും മനസ്സിൽ തങ്ങി നിൽക്കുന്നില്ലെങ്കിൽ 2 തവണ വായിച്ചു. ഒരു തവണയും കൂടെ വായിച്ചു എന്ന് സങ്കല്പിച്ചോ, 3 തവണ. നല്ല രസമുള്ള കഥയാണ്. ഏതു ആവാം. ബഷീറിന്റെ വിശ്വവിഖ്യാതമായ മൂക്ക്, അത് അയാളുടെ ഒരു പുസ്തകത്തിന്റെ പേരാണ്. ഇതിലൊരുപാട് ഗുണപാഠങ്ങളുണ്ട്. ആ പുസ്തകങ്ങൾ ഇങ്ങനെ വായിച്ചു, ആ പുസ്തകം വായിച്ചു, 3 വട്ടം വായിച്ചു. ഇത്രയും ഹരമുള്ള ഒരു ബുക്ക് ഒരു തവണയും കൂടെ വായിക്കുക എന്ന് പറഞ്ഞാൽ എന്തു തന്നെ തന്നാലും നമ്മൾ വായിക്കൂല. കാരണം അത് വായിക്കുന്ന സമയത്ത് നമുക്ക് ചടപ്പ് തോന്നുകയാണ്. അതേ സമയം വിശുദ്ധ ഖുർആൻ എത്ര തവണയായി പാരായണം ചെയ്യുന്നു. ഹബീബ് പറഞ്ഞ ആ ഒരു അമാനുഷികത, ഖുർആനിന്റെ അമാനുഷികത ഇന്നും നിലനിൽക്കുകയാണ്. വലാ യുമല്ലു സമാഉഹു. ഓതിയിട്ടും കേട്ടിട്ടും മടുക്കാത്തതാണ് ഖുർആൻ. എത്ര കാലമായി യാസീൻ ഓതുന്നു, ഇപ്പോഴും അതിന് നവ്യാനുഭവമാണ്, അല്ലേ? മടുക്കുന്നില്ല. എത്ര കാലമായി ഖുൽ ഹുവല്ലാഹു അഹദ്, എത്ര കാലമായി ഓതുന്നു എന്ന് പറഞ്ഞിട്ട് നമുക്കത് ഓതുന്നതിൽ ആവേശക്കുറവുണ്ടോ? ഇല്ല. ഇത് പറയുമ്പോൾ ചിലപ്പോൾ സാധാരണക്കാർ പറഞ്ഞേക്കാം, നോവൽ ആ കഥ ഞങ്ങൾക്ക് മനസ്സിലായതുകൊണ്ടാണ്, അതിന്റെ ബാക്കി എന്താന്ന് അറിയുന്നത് കൊണ്ടാണ്. ഇത് ഞങ്ങൾക്ക് അർത്ഥം അറിയാത്തത് കൊണ്ട് ഇങ്ങനെ തുടർന്നു പോകുകയാണ്. അർത്ഥം അറിയാത്തത് തീരെ 2 വട്ടം വായിക്കാൻ കഴിയില്ല. ഇനി ഖുർആൻ അർത്ഥം അറിയുന്നവരുടെ അവസ്ഥ എന്താ? അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. ഓക്കെ ഉസ്താദ്, എന്നും സുബഹിക്ക് 1 മണിക്കൂർ മുമ്പ് എഴുന്നേറ്റിട്ട് ഓതിയിട്ടങ്ങനെ കരയാണ്. അർത്ഥം അറിയും തോറും ആ ബഹറിൽ നിന്ന് ഒരിക്കലും കരക്കോട്ട് വരില്ല. ബഹറിൽ തന്നെ മുങ്ങിക്കൊണ്ടിരിക്കും. എന്തൊരു രസമായിരിക്കും അത്. അർത്ഥം അറിയും തോറും വിശുദ്ധ ഖുർആൻ ഓതുമ്പോ അതിന്റെ ആശയങ്ങളും കൂടെ മനസ്സിൽ ഇങ്ങനെ തട്ടി പോവുകയാണെങ്കിൽ എത്രയും പാരായണം ചെയ്യാം. ഇരുത്തത്തിൽ നിന്ന് 8 ജുസ്ഓ 10 ജുസ്ഓ വേണമെങ്കിൽ ഒറ്റ ഇരുത്തത്തിലിരുന്നോടാ, ഒരു പ്രയാസവും ഉണ്ടാവില്ല. അർത്ഥം അറിയും തോറും ആവേശം കൂടെ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇത് ഖുർആനിന്റെ ഒരു പ്രത്യേകതയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ റമദാനിൽ പ്രതിജ്ഞ എടുക്ക. ഈ റമദാനിൽ എത്ര ഖത്മ് തീർക്കാൻ പറ്റുമോ അത്രത്തോളം ഞാൻ തീർക്കും. ഏറ്റവും ചുരുങ്ങിയത് ഈ സദസ്സിൽ കൂടിയ ഓരോ ആണും പെണ്ണും തീരുമാനിക്ക, ഒരു ഖത്മ്. അതില്ലാത്ത ഒരാളുണ്ടാവരുത്. ഒരു ഖത്മ് പാരായണം ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥ ഉണ്ടാവരുത്, ചെയ്യാതിരിക്കരുത്. അതിന് സമയം കണ്ടെത്തിയേ പറ്റുള്ളൂ. റമദാനിന്റെ ഏറ്റവും വലിയ മഹത്വം ഖുർആൻ അവതരിപ്പിച്ചു എന്നതാ ഖുർആൻ പറയുന്നത്. അതുകൊണ്ട് ആ ഖുർആൻ ഓതാത്ത ഒരു റമദാൻ നമുക്ക് കഴിഞ്ഞു പോയിക്കൂടാ.
റമദാൻ ഖുർആനിന്റെ വാർഷികവും കൂടെയാണ്, വാർഷികാഘോഷവും കൂടെയാണ് റമദാൻ. ഖുർആൻ ഇറക്കിയത് അനുസ്മരിച്ചുകൊണ്ടുള്ള ഒരു ഇബാദത്ത് കൊണ്ട് അതിനെ അനുസ്മരിച്ച് ആഘോഷിപ്പിക്കുകയാണ് മുസ്ലിമീങ്ങളെ കൊണ്ട്. ഈ ഒരു കാര്യവും കൂടെ നമ്മൾ ആലോചിക്കണം. എന്നിട്ട് ആ ഖുർആൻ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അല്ലെ നമ്മുടെ സ്ഥാപനത്തിന്റെ വാർഷിക സമ്മേളനം നടക്കുക, സ്ഥാപനത്തെ പറ്റി ഒരു വാക്ക് പറഞ്ഞില്ല. എന്താണ് ആ വാർഷിക സമ്മേളനത്തിന് അർത്ഥവും? ഖുർആനില്ലാത്ത റമദാനില്ല. ഇതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ, വിശുദ്ധ റമദാൻ, ഇത് രണ്ടും പരസ്പര പൂരകങ്ങളാണ്. ഇത് മനസ്സിലാക്കിയിട്ട് ഖുർആൻ പാരായണത്തിലേക്ക് തിരിച്ചു വരിക. ഖുർആൻ എന്ന് പറയുന്ന ആ വല്ലാത്ത ഒരു ലോകം, അത് നമ്മളെ കീഴടക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇത് റമദാനിൽ ചെയ്യേണ്ട രണ്ടാമത്തെ കർമ്മമാണ്. ഖുർആൻ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സംഗതിയാണ്. ഇനി എന്താണ് റമദാൻ മാസത്തിൽ ചെയ്യേണ്ടത്? ഇനി റമദാനിലായിട്ട് പ്രത്യേകമായിട്ടുള്ള നിസ്കാരം, സ്വലാത്തു തറാവീഹ്, തറാവീഹ് നിസ്കാരം. ആ തറാവീഹ് നിസ്കാരത്തെ കുറിച്ച് പറയേണ്ടതില്ലല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. വിശ്വാസപൂർവം കൂലി കിട്ടണമെന്ന മോഹത്തോടെ ഒരാൾ റമദാനില് നിന്ന് നിസ്കരിക്കുന്നുവെങ്കിൽ, നീണ്ട 20 റക്അത്ത് തറാവീഹ് നിസ്കരിച്ചുവെങ്കിൽ, ആ തറാവീഹ് നിസ്കാരത്തിന് അയാൾക്ക് നൽകുന്ന പ്രതിഫലം അയാളുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ മുഴുവൻ തെറ്റുകുറ്റങ്ങളും പുറത്തു കൊടുക്കും. ഇന്നലെ ഞാൻ പറഞ്ഞു, റമദാനിന്റെ മുമ്പ് വന്നുപെട്ട കുഴപ്പങ്ങൾ പരിഹരിക്കാനാണ് റമദാൻ. ചാറൽ മഴ കൊണ്ടിട്ട് രോഗിയായി അഡ്മിറ്റ് ചെയ്ത് മരുന്ന് കൊടുത്ത് ട്രീറ്റ്മെന്റ് ലഭിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ, ആ മനുഷ്യൻ പെയ്യുന്ന മഴ തോരാതെ കൊണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ മനുഷ്യന് ഒരിക്കലും ആരോഗ്യവാനായി തിരിച്ചു വരില്ല എന്ന് പറഞ്ഞു. എന്നതുപോലെ റമദാൻ എന്ന് പറഞ്ഞത് നമ്മുടെ അല്ലറ ചില്ലറ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി അള്ളാഹു നൽകിയതാണെങ്കിൽ, ആ റമദാനിലെ നോമ്പും നൂറ്റ് പേക്കൂത്തുകളുടെ നടുക്കാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ, നന്മയോട് ഒരു ചെറിയ ബന്ധം പോലും അള്ളാഹു നമുക്ക് തരുന്നില്ലെങ്കിൽ, അത് എത്തിപ്പിടിക്കാനുള്ള ശ്രമം നമ്മൾ നടത്തുന്നില്ലെങ്കിൽ, നമ്മൾ പരാജയപ്പെട്ടവരാണ് എന്ന കാര്യത്തിൽ ഒരിക്കലും സന്ദേഹിക്കേണ്ടതില്ല. പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഉറപ്പിച്ചു വച്ചോ, റമദാൻ നമ്മൾ നന്നാക്കാൻ ഉപകരിക്കണം. അപ്പൊ റമദാനില് പരമാവധി അമലുകൾ ചെയ്യാം, തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കും ചെയ്യാം. ആ അമല് ചെയ്യുമ്പോ തറാവീഹ് നിസ്കരിക്കാം.